അപ്പൊ എന്തായാലും എല്ലാവർക്കും നമസ്കാരം. JRCM ഗുഡാർസിയം, വളരെ സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് യൂത്ത് ഐക്കന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു സമയം വന്നത്. 2019 ലാസ്റ്റോട് കൂടിയിട്ടാണ് ഇതുപോലൊരു പ്ലാറ്റ്ഫോം തുടങ്ങണം എന്നുള്ള ഒരു ആശയം ഞാനും സുരാഗ് സാറും, പ്രധാനമായിട്ട് സുരാഗ് സാറും അതുപോലെ തന്നെ ആഷിഖ് സാറും കൂടിയിട്ട് തീരുമാനിച്ചത്. അന്ന് 24 വയസ്സ്. ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ യൂത്ത് ഐക്കൺ ആയിരുന്നു. ഇന്ന് ജയസിംഗ് സാറെ, ഇന്ന് ഞാൻ മൂത്ത് ഐക്കണ, കുറച്ച് മൂത്തു. കാരണം ഒരു കുട്ടിയുടെ അച്ഛനൊക്കെ ആയിട്ട് മാറി, ഇപ്പോ ഒരു ഫാമിലി മാൻ ആയിട്ട് മാറി. അപ്പൊ തുടങ്ങുമ്പോൾ യൂത്ത് ആയിരുന്നു, പക്ഷെ മനസ്സുകൊണ്ട് അന്നും ഇന്നും എന്നും ചെറുപ്പമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് വരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോയ മുടിയൊക്കെ ഒന്ന് തിരിച്ച് ഹെയർ റിവൈവൽ കിറ്റിലൂടെ വന്നു. അപ്പോ ഈ RCM എന്ന പ്രസ്ഥാനം നമുക്ക് പ്രായമാവാൻ ആഗ്രഹിച്ചാലും നമ്മുടെ ശരീരത്തിന് പ്രായമായാലും നമ്മളെ ചെറുപ്പമായിട്ട് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് പോയിന്റുകളാണ്. അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട കുറച്ച് മന്ത്രങ്ങൾ, അല്ലെ? ഇപ്പോ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ നമ്മൾ ചില മന്ത്രങ്ങൾ വിടൂല. ഇപ്പൊ ഞാൻ കുഞ്ഞു കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് രാത്രി ഉറക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ എൻ്റെ വല്യമ്മമാരൊക്കെ വന്ന് പറയും, മോനെ ഹനുമാൻ മന്ത്രം പറഞ്ഞു കിടന്നാൽ മതി, ആലത്തൂർ ഹനുമാനെ പേടി സ്വപ്നം കാണല്ലേ, പേടി സ്വപ്നം കണ്ടാലോ പള്ളി വാലുകൊണ്ട് അടിച്ചെനിപ്പിക്കും എന്ന് പറയും. അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരും, ഈ മന്ത്രം എല്ലാം ശരിയാക്കും, ഈ മന്ത്രം എല്ലാം ശരിയാക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് RCM ബിസിനസ്സിൽ നമ്മൾ ഓർക്കേണ്ട ഒരു 20 മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഉരുവിട്ടുകൊണ്ടിരിക്കണം. കാരണം മന്ത്രം വെറുതെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? വായിക്കണം, മനസ്സിൽ പറയണം, അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് എന്ത് വരുള്ളൂ? അത് ഫലത്തിൽ വരുള്ളൂ. അപ്പൊ ആ മന്ത്രങ്ങൾ ഏതാന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ റെഡി ആണോ? റെഡി ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മെസ്സേജ് ബോക്സിൽ നിങ്ങൾ റെഡി ആണെന്ന് പറയണം. കാരണം നിങ്ങൾ റെഡി ആയാലേ ഞാൻ റെഡി ആവുള്ളൂ, അല്ലെ? ഇവിടെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്ക് എത്ര കഴിവുണ്ട് അല്ലെങ്കിൽ എത്ര അറിവുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓഡിയൻസ് റിസെപ്റ്റീവ് ആവണം. ഓഡിയൻസിന് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണോ അവർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിലുള്ള അറിവും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ല എനർജറ്റിക് ആണ്, നല്ല രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വെരി ഗുഡ്. ഇന്നത്തെ ദിവസത്തെ വർക്കൊന്നും നിങ്ങളെ തളർത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നല്ല എനർജിയോട് കൂടി നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ 20 മന്ത്രാസ് ഫോർ ദ സക്സസ് ഓഫ് യുവർ ബിസിനസ്. ഇത് ബിസിനസ് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിലും ജയലക്ഷ്മി മാഡം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ ബേസിക് പ്രിൻസിപ്പിൾസാണ്. നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടും, നമ്മുടെ ബിസിനസ്സും നന്നാവും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ മന്ത്രം എന്താണെന്നുള്ളത് നോക്കാം. ഡോണ്ട് ജസ്റ്റ് വർക്ക്, ബി അക്കൗണ്ടബിൾ. ഇത് ബിസിനസിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലായിക്കോട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മൾ എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം. അതായത് ഇപ്പൊ എന്നെ എൻ്റെ അച്ഛനോ അമ്മയോ ഒരു കാര്യം ഏൽപ്പിച്ചു, ഞാൻ ആ കാര്യം വൃത്തിയായിട്ട് ചെയ്തു. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ വൃത്തിയായിട്ട് ചെയ്തു. പക്ഷെ അതിൽ ചെറിയ പോരായ്മകൾ വന്നു. ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ പറയാണ്, എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു, എനിക്ക് അത്രേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ജസ്റ്റ് എന്റെ വർക്ക് ചെയ്തു എന്ന് മാത്രം. ആ വർക്കിലുണ്ടായ പോരായ്മകളെ ഞാൻ ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കും എന്താവില്ല? വിജയിക്കില്ല. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. കീപ് എ ഡയറി ഓഫ് എവറിത്തിങ് യു ഡു ഇൻ ദിസ് ബിസിനസ്. ഇപ്പൊ ഇന്ന് പല ആൾക്കാരും, ഇപ്പൊ എന്നോട് വിജേഷ് പറഞ്ഞു അദ്ദേഹം സെയിൽ ചെയ്തു, അതിന് മുന്നേ സ്വരാജ് RCM ഷോപ്പിൽ അദ്ദേഹം ഒരു ക്ലാസ് കൊടുത്തു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു വൈകുന്നേര സമയം ഇതിനു വേണ്ടി കണ്ടെത്തി ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആ ഡയറിയിൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ അക്കൗണ്ട്സ് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് സാധിക്കാൻ സാധിച്ചു, അത് തന്നെ നമ്മൾ രാത്രി എഴുതി രാവിലെ ഒന്ന് എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അതിനേക്കാളും മികച്ചതായിട്ട് ചെയ്യാനുള്ള ഒരു ഊർജം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയാ. തന്നോട് തന്നെ ചോദിക്കുക, ഇന്ന് ചെയ്ത കാര്യങ്ങൾ നല്ലതാണോ, നാളെ എനിക്ക് അതിനേക്കാളും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് മീറ്റിംഗ്സ് അറ്റൻഡഡ്. ഞാൻ ഈ മാസം എത്ര മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തു, എത്ര പേരെ ഞാൻ പോയി കണ്ടു, എത്ര ഡിസ്പ്ലേ ബോർഡുകൾ നിലവിൽ എൻ്റെ അണ്ടറിലുണ്ട്, ഈ മാസം എത്ര PUC വിസിറ്റ് നടത്തി, അല്ലെങ്കിൽ PUC എൻ്റെ ടീമിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. ഈ ബിസിനസിന്റെ കോർ ലീഡർ ആയിട്ടുള്ള പല ലീഡേഴ്സും അവരുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നേക്കാളും മുന്നേ പറയുന്ന ഒരു വാചകമുണ്ട്, ബേട്ട ജൂട്ട് ബോൾ സക്താ ഹെ, ഡാറ്റ ജൂട്ട് നെയ് ബോൾത്ത. ബേട്ട ജൂട്ട് ബോൾ സക്താ എന്ന് വെച്ചാൽ മകൻ ചിലപ്പോൾ നിങ്ങളോട് നുണ പറഞ്ഞേക്കാം, പക്ഷെ ഒരിക്കലും ഡാറ്റ നിങ്ങളോട് നുണ പറയില്ല. കാരണം എന്താ? അത് റിട്ടേൺ ഫോമാ.
നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ നിലവിൽ എത്ര ആൾക്കാരുണ്ട്, അതിൽ എത്ര പേര് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്ര PUC നിങ്ങളുടെ അണ്ടറിൽ വരുന്നുണ്ട്, എത്ര ഡിസ്പ്ലേ ബോർഡ് നിങ്ങളുടെ അണ്ടറിൽ വരുന്നുണ്ട്, എത്ര പേരോട് നിങ്ങൾ ഈ മാസം RCM പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് പുതിയതായിട്ട് നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര ഹോം മീറ്റിംഗുകൾ ഈ മാസം നിങ്ങളുടെ ടീമിൽ നടന്നിട്ടുണ്ട്, അതിൽ എത്ര നിങ്ങൾ ത്രൂ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ സെൽഫ് കൗൺസിലിംഗ് തന്നെ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. കാരണം എന്താ, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു ധാരണ നമ്മുടെ കയ്യിലുണ്ട്. പലപ്പോഴും ആ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാതെ. എന്നിട്ട് എന്ത് വേണം, ഈ പറഞ്ഞ ഡാറ്റ നമ്മൾ ആരുടെ അടുത്ത് പോയി കാണിക്കണം, നമ്മുടെ ലീഡറിന്റെ അടുത്ത് ഒരു മാസത്തിന്റെ തുടക്കത്തിൽ കാണിക്കണം. സാർ, കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇതൊന്ന് വേറിട്ട് അല്ലെങ്കിൽ ഇതിനപ്പുറം എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ബിസിനസ് കഴിഞ്ഞ മാസം ഇതൊക്കെ ചെയ്തിട്ടും കുറച്ച് ഡള്ളായിരുന്നു, ഇനി എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലീഡറിനും നിങ്ങളുടെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ കൗൺസിലിംഗ് ചെന്നിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു എന്നതിന്റെ വ്യക്തമായ ഡാറ്റയായിട്ട് കൊണ്ടുപോയാലേ ഏതൊരു ലീഡറിനും നിങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടില് ഒരു പലചരക്ക് കട നടത്തുന്ന വ്യക്തി, അയാള് ആ പലചരക്ക് കട ഒരു ദിവസം തുറന്ന് രാത്രി ഒരു 8, 10, 9 മണിയായി കഴിഞ്ഞാൽ അടച്ചു എന്ന് വിചാരിച്ചു, ഒരു 10 മണിയാകുമ്പോൾ അടച്ചു. ഈ 10 മണിക്ക് അടച്ച് തന്നെ അയാൾ വീട്ടിൽ പോകും? പോയില്ല. കാരണം എന്താ, അവിടെ കൃത്യമായിട്ടുള്ള കണക്കുകള്, വരവ് ചെലവ് എല്ലാം നോക്കി നാളത്തേക്ക് ഓർഡർ ഇടേണ്ട കാര്യം വരെ നോക്കിയതിന് ശേഷം മാത്രമേ അയാൾ വീട്ടിൽ പോകുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3-4 ലക്ഷം മുടക്കിയിട്ട് അങ്ങനെ ഒരു പലചരക്ക് കട ഇടുന്ന ആൾക്ക് പോലും അത്രയേറെ എന്തുണ്ട്, ഇതിനെ പറ്റിയിട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോഴാണ് ഇതിൽ 25 ലക്ഷം പ്രതിമാസം വരുമാനം മേടിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിട്ട് പോലും നമ്മളിൽ പല ആൾക്കാരും ഈ കണക്കുകൾ സൂക്ഷിക്കാത്തത്. ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലേ. ഒരു പെട്ടിക്കട നടത്തുന്ന ആൾക്ക് വരെ ഇന്ന് വരവ് ചെലവ് നോക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ വീട്ടിൽ പോകുള്ളൂ, അല്ലെങ്കിൽ അയാൾ വീട്ടിൽ ചെന്ന് അത് നോക്കിയതിന് ശേഷം അയാൾ കിടക്കുള്ളൂ. പക്ഷെ നമ്മളോ 25 ലക്ഷം പ്രതിമാസം വരുമാനം മേടിക്കാൻ റെഡി ആയിട്ട് മാത്രം നിൽക്കുകയാണ്, നമ്മൾ ഉത്തരവാദിത്വം എടുക്കാൻ റെഡിയല്ല. ഞാൻ പറയുന്നു, നമുക്കിന്ന് നമ്മുടെ സൈറ്റിൽ ഒരുപാട് ഫെസിലിറ്റീസ് തന്നിട്ടുണ്ട്. പർച്ചേസറിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾക്കാർ, ന്യൂട്രി ചാർജ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, കീസോൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, പർച്ചേസ് ഏതൊക്കെ സെഗ്മെന്റിൽ മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാർ തൊട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത് വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ അറിയാൻ സാധിക്കും. എത്ര PV വരെ ഒരാൾ ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ, കേന്ദ്രീകരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാൻ വേണ്ടി. എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇത് കൂടാതെ ഇപ്പൊ നിലവിൽ നമുക്ക് ഇതല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. മന്ത്ലി മീറ്റിംഗ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേ വോളുകളുടെ ലിസ്റ്റ് നമുക്ക് ഇന്ന് സൈറ്റിൽ ലഭ്യമാണ്. PUCകളുടെ ലിസ്റ്റ് നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. ഇതൊക്കെ നമ്മുടെ ഡാറ്റയാണ്. ഈ ഡാറ്റയിലാണ് എന്ത് വേണ്ടേ, നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ആ ഡാറ്റയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ ചാർട്ട്. നമ്പർ ഓഫ് ജോയിനിങ്സ്, ഈ മാസം വന്ന ജോയിനിങ്ങൾ, ഈ മാസം വന്ന ഹോം മീറ്റിങ്ങുകൾ, ഈ മാസം നിങ്ങൾ ടീമുമായിട്ട് അറ്റൻഡ് ചെയ്ത ഹോൾ പ്രോഗ്രാമുകൾ, നമ്പർ ഓഫ് ഡിസ്പ്ലേ ബോൾസ്, ഈ മാസം വന്ന ഡിസ്പ്ലേ ബോളുകൾ, ഈ മാസം വന്ന ഷോപ്പുകൾ, ഈ മാസം വന്ന ഡയമണ്ട് ക്ലബ്ബ്, ഈ മാസം വന്ന ANCC കോഴ്സ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ടീമിൽ അത്യാവശ്യമായിട്ടുള്ള, ഇതെല്ലാം നമ്മളെ വളരാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ബിസിനസിന്റെ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഹോം മീറ്റിംഗ്. കാരണം ഇതിന്റെ വളർച്ച ഹോം മീറ്റിംഗിൽ നിന്നാണ്. ആ ഹോം മീറ്റിംഗ് ഇന്ന് നമ്മുടെ ടീമിൽ നടക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടെങ്കിൽ എത്ര, നമ്മൾ എടുക്കുന്നതും നമ്മുടെ ടീം എടുക്കുന്നതും എത്ര, അങ്ങനെ വേർതിരിച്ച് നമ്മുടെ കയ്യിൽ കണക്കുകൾ ഉണ്ടെങ്കിൽ ഈ കണക്കാണ് സുഹൃത്തുക്കളെ നമ്മളെ ഡയമണ്ടിലേക്ക് എത്തിക്കുക. ബി അക്കൗണ്ടബിൾ. സോ ആദ്യത്തെ മന്ത്രം എന്താണ്, ഇന്ന് തൊട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കും. എന്റെ ടീമിൽ എന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാരെ പ്രതി ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കും. അവരുടെ ജാതകം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എപ്പോൾ ജോയിൻ ചെയ്തു, എന്ത് ചെയ്യുന്നു, എത്ര അച്ചീവ്മെന്റ് അവർക്കുണ്ട്, ഏത് പിന്നിലാണ് അവർ നിൽക്കുന്നത്, ഈ പറഞ്ഞ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. അത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ലൈഫിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പലപ്പോഴും ചെലവാക്കുന്നേ ഉള്ളൂ, വരവ് ചെലവിന്റെ കണക്ക് നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഇന്ന് ഒരു ദിവസം എത്ര ചെലവ് വന്നു, എത്ര വരവുണ്ട്, അതിൽ നിന്ന് എത്ര കുറഞ്ഞു എന്നുള്ള കണക്ക്. പണ്ട് എൻ്റെ അച്ഛനൊക്കെ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ എഴുതുന്ന കണ്ടിട്ട് ആ ഡയറിയിൽ എഴുതിയിട്ടേ കിടക്കൂ. അതുകൊണ്ട് തന്നെ അന്ന് വളരെ തുച്ഛമായ വരുമാനം മാത്രം നേടിക്കൊണ്ടിരുന്നാൽ പോലും എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അച്ഛന് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ടാ, ആ വരവ് ചെലവിന്റെ കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല ആൾക്കാരും അങ്ങനെ ഒരു കണക്ക് സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പല ആൾക്കാർക്കും എന്തില്ല, മണി മാനേജ്മെന്റ്
ഇല്ല. ആ മണി മാനേജ്മെന്റ് ഇല്ലാത്ത കാരണം വേറൊന്നുമല്ല, നമ്മൾ അക്കൗണ്ടബിൾ അല്ല. നമുക്ക് ചെലവാക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ആ ചെലവാക്കുന്നതിന്റെ ഒപ്പമുള്ള വരവ് വരുന്നുണ്ടോ? വരവ് വരുന്നില്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് കട്ട് ഷോട്ട് ചെയ്യണം. ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഡാറ്റ വേണം. അപ്പൊ ലൈഫിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, വി ആർ ഓൾ അക്കൗണ്ടബിൾ, ബട്ട് സം ആർ മോർ അക്കൗണ്ടബിൾ ദാൻ അതേഴ്സ്. ഇനി ഇതിനെ ഒരു ബിസിനസ് വൈസ്, ടീം വൈസ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീമില് ഒരു വിജയം വന്നു. ടീമിൽ ഒരു വിജയം വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും എല്ലാവരുടെയും വിജയമാണ്. എന്നാൽ ടീമിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അയാളുടെ മാത്രം തെറ്റാണ്. അപ്പോ നമ്മൾ ഉത്തരവാദിത്വം എടുക്കാൻ റെഡി ആവുന്നില്ല. നോക്കൂ, ടീമിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ റെഡി ആവണം. ഉറപ്പുവരുത്താൻ പറ്റണം ഇനി അങ്ങനെ ഒരു തെറ്റ് ഉണ്ടാവില്ല. കാരണം അതാണ് നല്ലൊരു ലീഡറിന്റെ ലക്ഷണം. അപ്പൊ ഇതിൽ പറഞ്ഞ രസകരമായ കാര്യം, വി ആർ ഓൾ അക്കൗണ്ടബിൾ, നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. പക്ഷേ ചില ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ ഉത്തരവാദികൾ. അതായത് ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ ഒരു വെല്ലുവിളിയോ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കൈയൊഴിഞ്ഞ് നമ്മൾ അതിനെ മുകളിലേക്ക് വിടും. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എടുത്ത് അതിനെ തിരുത്താൻ നമ്മൾ റെഡിയായാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ അക്കൗണ്ടബിലിറ്റിയുടെ ചെറിയ ചെറിയ എക്സാമ്പിൾ ആണ്. അപ്പൊ ഒന്നാമത്തെ മന്ത്രമാണ് ബി അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മന്ത്രമാണ് ഫുൾ ടൈം പീപ്പിൾ ഡു പാർട്ട് ടൈം വർക്ക്. ഒരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനെ ഫുൾ ടൈം വർക്ക് എന്ന് പറയുന്നത് എപ്പോഴാണ്? 8 മണിക്കൂർ പണിയെടുക്കുമ്പോഴാണ് ഫുൾ ടൈം വർക്ക് എന്ന് പറയുന്നത്. എന്നാൽ രസകരമായ കാര്യം, ഇന്ന് RCMൽ പല വ്യക്തികളും വന്നിട്ട് അവർ ഫുൾ ടൈം ആണെന്ന് പറയും, പക്ഷെ അവർ പാർട്ട് ടൈം ആൾക്കാർ ചെയ്യുന്ന വർക്ക് പോലും, അതായത് ഒരു 4 മണിക്കൂർ പോലും ഈ സിസ്റ്റത്തിൽ നിക്ഷേപിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലി വിജയിക്കണമെങ്കിൽ അവിടെ നമ്മുടെ സമയം നിക്ഷേപിക്കണം. കാരണം ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിക്ഷേപിക്കാൻ ആകെ കയ്യിലുള്ളത് സമയം മാത്രമാണ്. നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് എടുത്തു പറയത്തക്ക കഴിവുകളോ കാര്യങ്ങളോ ഇല്ല. ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും വരുന്നത് സാധാരണക്കാരിൽ വരുന്ന ആൾക്കാർ. അവർക്ക് എടുത്തു പറയത്തക്ക എക്സ്ട്രോർഡിനറി കഴിവോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊന്നും അല്ല. അവർക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അതാണ് സമയം. ആ സമയം നിങ്ങൾക്ക് എത്രത്തോളം ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് വളരും. പക്ഷേ ഞാൻ ഇതിലൊരു ഫുൾ ടൈമർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 മണിക്കൂർ പോലും ഇതിൽ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. വെറുതെ ഒരു പേരിന് മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ. യു ക്യാൻ വർക്ക് ഫോർ മോർ ദാൻ 8 hours ടു മേക്ക് എ കമ്പനി ഈവൻ ബിഗർ. നമ്മൾ ഇതിന് മുന്നേ വർക്ക് ചെയ്ത പല സ്ഥാപനങ്ങളിലും നമ്മൾ സന്തോഷമായിട്ട് 8 തൊട്ട് 10 വരെ, 10 തൊട്ട് 14 വരെ, 14 തൊട്ട് 16 വരെ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കാൻ റെഡിയാ. എന്തിനു വേണ്ടിയിട്ട്? അത്തരം കമ്പനികളെ വളർത്താൻ വേണ്ടിയിട്ട്, അവരുടെ കമ്പനിനെ ഒന്നും കൂടി വളർത്താൻ വേണ്ടി. പക്ഷേ നമ്മളെ വളർത്തേണ്ടതും നമ്മുടെ കുടുംബത്തെ വളർത്തേണ്ടതും നാളെ നമ്മളില്ലെങ്കിൽ ആ കുടുംബത്തിനെ സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കുന്ന RCM എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു 4 മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ, ഞാൻ വളരെ എന്താ പറയാ, വളരെ പൊളൈറ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് RCM ബിസിനസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് RCM ബിസിനസ് ചെയ്യുന്നത്? ഒരു 2 മണിക്കൂറായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കമാണ് ചെയ്യുന്നത്. എനിക്കിത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, എന്റെ ടീം പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, എന്റെ ടീമിൽ അനവധി ആൾക്കാർ ഇതിനെ ഒരു തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. തമാശയായിട്ട്. കാരണം ഇത് എന്താ പറയുക, മീറ്റിംഗ് വരുമ്പോൾ മാത്രം അവർ വരുന്നു, അതിനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്നു. പക്ഷേ ഇതിന്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് ഒരു എഫേർട്ട് അവരുടെ വരുന്നില്ല. ഒരു പക്ഷേ അവർക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. ഒരു പക്ഷെ അവരെ കൊണ്ടുവന്ന ആൾ ഇതിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കാതെ ആയിരുന്നിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും ഈ ഒരു ബിസിനസ്സിൽ ഇത്രയും കൊല്ലമായിട്ട് പോലും അത് തിരുത്താൻ കൂട്ടാക്കാതെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇന്ന് ഈ RCM ബിസിനസ്സിൽ വന്ന് നിൽക്കുന്നുണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, കല്യാണരാമനെയും ബിസ്മി പോലത്തെ സൂപ്പർ മാർക്കറ്റിനെയും എന്താ പറയാ, ഇപ്പൊ പുതിയ വന്ന നയാര പോലത്തെ പെട്രോൾ പമ്പുകളെയും ജിയോ സൂപ്പർ മാർക്കറ്റിനെയും ഒക്കെ വലുതാക്കാൻ ആൾക്കാർ മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. 10, 20, 40 മണിക്കൂർ ഒരാഴ്ച കൊടുക്കാൻ റെഡിയാ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു RCM നമ്മുടെ കയ്യില് സമയമില്ല. സമയമില്ല. എല്ലാ പണിയും കഴിഞ്ഞ് മിച്ചം വരുന്ന പണി മാത്രമേ നമ്മൾ RCMൽ എടുക്കുന്നുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളോട് തന്നെ ചോദിക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ ലീഡറിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റ്സിനോടോ ഒന്നും ചോദിക്കേണ്ട ആവശ്യം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാനൊരു ദിവസം RCMന് എത്ര മണിക്കൂർ കൊടുക്കുന്നുണ്ട്? അതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നുള്ളതാണ് അർത്ഥം. കൊടുക്കുന്നില്ലെങ്കിൽ കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഇന്ന് RCMന് വേണ്ടി സമയം നിക്ഷേപിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി സമയം തരാൻ ആരും ഉണ്ടാവില്ല കൂടെ. കാരണം ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് അത്തരത്തിലെ ഒരു ഭിന്നതകളും വേർതിരിവുകളും അനാവശ്യമായിട്ടുള്ള ചർച്ചകളും തമ്മിത്തല്ലുകളും പ്രകോപനങ്ങളും ഉണ്ടാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമൂഹത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും
സമാധാനത്തോടെയും സഹോദര്യത്തോടു കൂടി കൈപിടിച്ച് മുന്നോട്ട് പോവാമെന്ന് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പറഞ്ഞ് അനേകം പേരുടെ ജീവിതത്തിൽ വെളിച്ചമായ ഒരു പ്രസ്ഥാനം കയ്യിൽ കിട്ടിയിട്ട് പോലും അത് നൂറുകണക്കിന് അല്ല, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ സുരക്ഷിതം ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും നമുക്ക് ഇതിൽ സമയം ചെലവഴിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കത് പറഞ്ഞുതരാൻ പറ്റും? പാർട്ട് ടൈം വർക്ക് ചെയ്താൽ പാർട്ട് ടൈം റിസൾട്ടേ കിട്ടും, ലോങ് ടൈം വർക്ക് ചെയ്താൽ ലോങ് ടൈം റിസൾട്ട് കിട്ടും. ഈ കാര്യം നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചു കയറ്റും. കാരണം പാർട്ട് ടൈം ചെയ്താൽ പാർട്ട് ടൈമേ കിട്ടൂ. പക്ഷെ ലോങ് ടൈം ചെയ്താലോ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തമല്ല, തലമുറകളോളം നിങ്ങളുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ജനറേഷനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഇതിൽ നിങ്ങൾക്കുണ്ട്. അത് പാഴാക്കരുത്. സമയത്തിന് മൂല്യം കൊടുക്കുക. ഫുൾ ടൈം വർക്ക് നമ്മൾ ഇന്ന് തൊട്ട് ചെയ്യുന്ന ഒരു പ്രതിജ്ഞ എടുക്കുക. മൂന്നാമത്തെ കാര്യം, ബിൽഡ് ഡെപ്ത് നോട്ട് ഡെപ്ത്. കടമല്ല ഉണ്ടാക്കേണ്ടത്, പകരം ബിസിനസ്സിന് ഡെപ്ത് ആണ് ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മുടെ ഡെപ്ത് ആണ് ഈ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഞാനൊരു സ്റ്റാർ എമറാൾഡ് ആണ്. എന്റെ താഴെത്തട്ടിൽ ഏറ്റവും ബേസ് ലെവലിൽ ഞാൻ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്റെ കൂടെ വന്ന ആൾക്കാർ എന്റെ കൂടെ നിൽക്കും എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. നാളെ അവരെ ചിലപ്പോൾ വേറൊരു കമ്പനി ക്യാൻവാസ് ചെയ്തേക്കാം, വേറെ ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ടുപോയേക്കാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടേ പറ്റൂ. ഇത് കാണാൻ സാധിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂ, എന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ ഇൻ കേസ് സപ്പോസ് അങ്ങനെ വരില്ലായിരിക്കാം, പക്ഷെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ടീമിനെ കരുത്തിട്ട ആൾക്കാർ പലരും പല കാരണത്താൽ ചോർന്നു പോയി, അല്ലെങ്കിൽ ഒരു മരണം വരെ സംഭവിക്കാം. ശരിയല്ലേ? നമ്മുടെ കാര്യം ആർക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മരണം സംഭവിച്ചു, അവിടെ ആ വന്ന ടീം മൊത്തം, അദ്ദേഹത്തിന് അണ്ടറിൽ വന്ന ടീം മൊത്തം നിശ്ചലമായി. പിന്നെ ആര് വർക്ക് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഡെപ്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഡെപ്തിൽ എപ്പോഴും പുതിയ ആൾക്കാരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെപ്തിൽ എപ്പോഴും പുതിയ ജോയിനിങ് വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ബിൽഡിംഗ് കത്തുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഏറ്റവും മുകളിലത്തെ ഒരു 3-4 നിലയാണ് തീ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ആൾക്കാർക്ക് വലിയ ചൂടുണ്ടാവില്ല. കാരണം എന്താ? അത് മുകളിലാണ്, അത് ഫയർഫോഴ്സ് വന്ന് കെടുത്തിക്കൊണ്ട് തീ എന്തായാലും താഴേക്ക് വരില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. എന്നാൽ ഏറ്റവും താഴെത്തട്ടുന്നാണ് തീ പിടിക്കുന്നതെങ്കിലോ എല്ലാവരും കൂട്ടമായി പ്രവർത്തിച്ച ആൾക്കാരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. നമ്മൾ തീ ഇടേണ്ടത് ഈ താഴെത്തട്ടില. ഏറ്റവും താഴെ നിന്ന് തീ ഇട്ടാലാണ് വരേണ്ട അച്ചീവ്മെന്റുകളൊക്കെ വരുള്ളൂ. അതിനെന്ത് വേണം? എപ്പോഴും നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടെത്തി നമ്മുടെ ഡെപ്തിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു പ്രക്രിയ, ഈ ഒരു പ്രവർത്തനം നമ്മുടെ ടീമിലെ ആൾക്കാരോടും പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കണം. കാരണം ഇന്ന് വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ നാളെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ വി കനോട്ട് ടേക്ക് ദ റിസ്ക്. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വന്നു, ഇനി ഇയാളെല്ലാം ചെയ്തോളും, ഇയാളെ പ്രതി എനിക്ക് എല്ലാ വിശ്വാസമുണ്ട്, അദ്ദേഹം ഇനി എന്നെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത് മണ്ടത്തരാണ്. കാരണം ഈ ബിസിനസ് കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് എന്നെയും അതിന് മുന്നേ 19 കൊല്ലമായിട്ട് മൂർത്തി സാറിനെയും രാജൻ സാറിനെയും ഒക്കെ സുജിത് സാറിനെയും ഒക്കെ പഠിപ്പിച്ച പാഠം അതാണ്. നമുക്ക് ഒരാളുടെ മേലും മാത്രം അന്ധമായ ഒരു വിശ്വാസം വെച്ച് ഈ ബിസിനസ്സിനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പുതിയ ആൾക്കാരിലേക്ക് എത്തണം. എപ്പോഴും ഗിരി സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജമ്പിങ് ത്രൂ വിൻഡോ ടെക്നിക്ക്. ജമ്പിങ് ത്രൂ വിൻഡോ ടെക്നിക്ക് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ടീമിൽ ഒരു മിടുക്കൻ വന്നു, ആ മിടുക്കൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു, അയാൾ എല്ലാം ചെയ്യാൻ റെഡിയായി. പക്ഷെ അയാളിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ച് എല്ലാ രീതിയിലെ കാര്യങ്ങളും ഏൽപ്പിക്കരുത്. അയാളിൽ നിന്ന് അടുത്ത ആളെ കണ്ടെത്തണം. കാരണം ഈ മിടുക്കൻ ചിലപ്പോൾ ആ പറഞ്ഞ വാചകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ അയാൾ നമ്മുടെ കൂടെ നിന്ന് പോയേക്കാം. ചില ആൾക്കാരുണ്ട്, വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പൊടി പോലും കാണില്ല. അതിനുള്ളിൽ നമ്മുടെ സമയം വേസ്റ്റ് ആവരുത് എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ എന്ത് വേണം? അയാളിലൂടെ, അയാളുടെ ലിസ്റ്റിൽ നിന്നും വേറൊരാളെ മിടുക്കനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു മിടുക്കനിൽ നിന്ന് മറ്റേ മിടുക്കനിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ജനാലയിൽ നിന്ന് മറ്റേ ജനാലയിലേക്ക് പോകുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു കാര്യങ്ങളാ. ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ഹോൾ മീറ്റിംഗ് ആയിക്കോട്ടെ, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യിപ്പിക്കുന്നത്, അത് നിലനിർത്താൻ സഹായിക്കണ്ട. പക്ഷെ നിങ്ങളൊരു പ്രോസ്പെക്റ്റിനെ എന്നും കാണുകയാണെങ്കിൽ നിങ്ങളുടെ അടിത്തറ എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ടൈം സ്പെൻഡ് വിത്ത് എ പ്രോസ്പെക്ട് ഈസ് മേജർ ടൈം, റെസ്റ്റ് ഓൾ ഈസ് മൈനർ ടൈം. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ച പല പ്രമുഖ വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ്, അവർ വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. നിങ്ങൾ പ്രോസ്പെക്റ്റിന്റെ കൂടെ ചെലവഴിക്കുന്ന സമയമാണ് ഈ ബിസിനസ്സിലെ മേജർ ടൈം, ബാക്കി എല്ലാം എന്താണ്? മൈനർ ടൈം ആണ്. അപ്പൊ ബിൽഡ് ഡെപ്ത് നോട്ട് ഡെപ്ത്. ഇനി അടുത്ത പോയിന്റ് ആണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ മന്ത്രം. ഡെപ്ത് ബിൽഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഏറ്റവും താഴെത്തട്ടിൽ ആരാണ് വരുന്നത്? എ സൈഡിന്റെ ഡെപ്തിൽ ആരാണ് വരുന്നത്? ബി സൈഡിന്റെ ഡെപ്തിൽ ആരാണ് വരുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇവിടെ ആ ചോദ്യം ചോദിക്കുന്നില്ല, കാരണം പല ആൾക്കാർക്കും അറിയില്ല. നമ്മളെ വിചാരം അവരങ്ങനെ പൊക്കോളും, അവരങ്ങനെ കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കള് തന്നെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല, അവരെവിടെയാണെന്ന് അറിയില്ല.
അവരെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മക്കൾ നാളെ നമ്മളെ നോക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്രയും കൊല്ലങ്ങൾ ഒരുമിച്ച് നിന്ന് മക്കളുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് വന്ന ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുക? അപ്പോ നമ്മുടെ ടീമിനെ സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അല്ലാതെ ഞാനിപ്പോ ഒരു സ്റ്റാർ എമറാൾഡ് എന്റെ താഴെ ആൾക്കാർ ജോയിനിങ് വന്നോളും, അതായിരിക്കരുത് എന്റെ മെന്റാലിറ്റി. അവരെ സഹായിക്കണമെങ്കിൽ മിടുക്കന്മാരെ ഞാനും എന്ത് ചെയ്യണം? അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ കൊണ്ടുവരണം, അവിടെ പ്ലേസ് ചെയ്യണം, അവിടെ പൊസിഷൻ ചെയ്യണം. എന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്താ? എന്റെ ടീമിന്റെ മൊത്തം ഡെപ്താ. ഉത്തരവാദിത്തം എനിക്കില്ലേ? ആ ഡെപ്ത് വളർന്നാലല്ലേ ഞാൻ വളരുള്ളൂ. അപ്പോ ആ ഡെപ്തിൽ എന്ത് വേണം? നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും വേണം. കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ കണ്ണ് ആ ഡെപ്തിൽ വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ പൊസിഷൻ വന്നാൽ പിന്നെ നമുക്ക് ഡെപ്ത് അറിയില്ല. എ സൈഡ് ഡെപ്ത് എന്താണെന്ന് അറിയില്ല, ബി സൈഡ് ഡെപ്ത് എന്താണെന്ന് അറിയില്ല. ഇതറിയാതെ പിന്നെ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? പിന്നെ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? സോ ബിൽഡ് ഡെപ്ത്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വർക്കഹോളിക് മെന്റാലിറ്റി. ഈ ബിസിനസ്സിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2 കൊല്ലം നമുക്ക് ഈ മെന്റാലിറ്റിയാണ് വേണ്ടത്, വർക്കഹോളിക് മെന്റാലിറ്റി. നോക്കൂ, 40 മണിക്കൂർ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മണിക്കൂർ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ജീവിക്കുക എന്നുള്ളത്, ജസ്റ്റ് ലിവിങ്. പക്ഷെ 40 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരാഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ 40 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ ബിൽഡിംഗ്. ഈ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. 40 മണിക്കൂർ നിങ്ങൾ ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി നിങ്ങൾ അന്നന്നേക്കുള്ള ചെലവുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളതാണ്. പക്ഷെ 40 മണിക്കൂറിന് മുകളിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചർക്കുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. 92 മണിക്കൂറാണ് ആര് വർക്ക് ചെയ്യുക? ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന മില്യനേഴ്സ്, കോടിക്കണക്കിന് ആസ്തിയുള്ള എന്താ പറയാ മില്യനേഴ്സ് ഒരാഴ്ചയിൽ 92 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഇലോൺ മസ്ക്, ജെഫ് ബിസോസ്, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ്, ഇവരുടെ ഒക്കെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടോളൂ. അവരൊരു ഉറക്കത്തിന് അധികം പ്രാധാന്യം കൊടുക്കില്ല, അവർ വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുക. കാരണം അവരുടെ ബ്രെയിൻ എപ്പോഴും എന്ത് ചെയ്യുക? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആസ്തി ഉണ്ടായിട്ടും ഇത്ര കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് ദ വർക്കഹോളിക് മെന്റാലിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു സർക്കാർ ജീവനക്കാരനാണ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് വീക്കെൻഡുകൾ ഓഫ് ഉണ്ട്, റീജിയണൽ ഓഫ് ഉണ്ട്. റീജിയണൽ ഓഫ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിൽ വരുന്ന ഉത്സവങ്ങൾക്കൊക്കെ നമുക്ക് എന്തുണ്ട്? മുടക്കുണ്ട്. ഇപ്പൊ നാളെ ഇലക്ഷന്റെ ഒരു മുടക്ക് വന്നു. നാഷണൽ ഹോളിഡേസ്, ഗാന്ധി ജയന്തി, ദീപാവലി, പൊങ്കൽ, അങ്ങനെ കുറെ മുടക്കുകളുണ്ട്. പേഴ്സണൽ ലീവ്സ്, ഇത് കൂടാതെ നമുക്ക് ഏകദേശം ഒരു 20-25 പേഴ്സണൽ ലീവ് ഒരു കൊല്ലം നമുക്ക് തരുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു കൊല്ലത്തില് ഒരു ജോബ് ചെയ്യുന്ന ഒരു വ്യക്തി 50% വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാക്കി 50% എന്താണ്? നമ്മൾ റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ടൈം ഫാമിലിയുടെ ഒപ്പം ചെലവഴിക്കുന്നു. പക്ഷെ ഈ ടൈം നമ്മൾ കുറച്ച് നമ്മുടെ ഫ്യൂച്ചർ ബിൽഡിങ്ങിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നീട് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ 2 കൊല്ലം എപ്പോഴും വർക്കഹോളിക് മെന്റാലിറ്റി ഉള്ള ഒരാളായിട്ട് നമ്മൾ ക്രിയേറ്റ് ആവണം. നമ്മളും ആവണം, നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. കാരണം എൻഗേജ്മെന്റ് ആണ് ഈ ബിസിനസിന്റെ അടിത്തറ. എൻഗേജ്മെന്റ് ഇല്ലെങ്കിൽ ഈ ബിസിനസ് ഇല്ല. നമ്മൾ അവരെ എത്രത്തോളം ഇതിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു അത്രത്തോളം അവർ ഈ ഇവിടെ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ബോസ് ഒന്നും ഇല്ല. ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലീവ് എടുത്തു എന്ന് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അലസത വരാനുള്ള സാധ്യത കൂടുതലാണ്. അലസമായ മനസ്സിലാണ് ചെകുത്താൻ കൂടിയിരിക്കുക എന്ന് പറയാം. ആൻ ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. അത് മാറ്റണമെങ്കിൽ അയാളെ എൻഗേജ് ചെയ്യിപ്പിക്കണം, മീറ്റിങ്ങുകളിലേക്ക് കൊണ്ടുപോകണം. ചെറിയ ഹോം മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പറയാൻ ഒരു അവസരം കൊടുക്കണം. അയാളുടെ കൂടെ പോയിട്ട് കുറച്ച് പേരെ പോയി കാണുക, എന്നിട്ട് പറയാ ഞാൻ പറയുന്ന പോലെ മറ്റൊരാളോട് പറയാൻ വേണ്ടി പഠിക്കുക, അതൊരു നോട്ട് എഴുതാൻ വേണ്ടി. എന്നിട്ട് അയാളുടെ കൂടെ 2-3 പേരെ പോയിട്ട് അയാളോട് സംസാരിക്കാൻ പറയണം. അങ്ങനെ പതുക്കെ പതുക്കെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ ഈ വർക്കഹോളിക് മെന്റാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ എത്തിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വർക്കഹോളിക് മെന്റാലിറ്റി വളരെ അത്യാവശ്യമാണ്. മീ അറ്റ് വർക്ക്, കാൺട്ട് വെയിറ്റ് ടു ഗെറ്റ് ഹോം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സെയിൽസിന് ഇറങ്ങുകയാണെങ്കിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വരുന്ന ചിന്താഗതി എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നാണ്. ഒരു നെഗറ്റീവ് കിട്ടാൻ നമ്മൾ ആദ്യം വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി. പക്ഷെ വീട്ടിലിരുന്നാൽ പിന്നെ പശ്ചാത്താപ, കുറച്ചും കൂടി സെയിൽ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ വന്നേനെ, ഇന്ന് ഒരാളെയും കൂടി പോയി കണ്ടാണെങ്കിൽ ചിലപ്പോൾ അയാൾ ജോയിൻ ആയിരുന്നെങ്കിലും. അപ്പൊ ഈ പശ്ചാത്തപിക്കേണ്ട ആവശ്യം എന്തിനാ? നമുക്ക് ഫീൽഡിലുള്ളപ്പോൾ നമ്മൾ ആഞ്ഞങ്ങോട്ട് പ്രവർത്തിക്കുക. ഒരു 2 കൊല്ലത്തേക്ക് നമ്മുടെ സമയം, നമ്മുടെ എഫേർട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പിന്നിലേക്ക് എത്താൻ അധികം ദൂരമൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി വെരി ഈസി. കാരണം ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന വെച്ചാൽ എന്റെ ഫാമിലി ബിസിനസ് തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. യാദൃശികമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി മൂർത്തി സാറ് വീട്ടിലേക്ക് എത്തുകയും
എന്ത് ചെയ്യുന്നു ഇപ്പോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് ഇങ്ങനെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ഗോപകുമാർ ഒരു പുതിയൊരു ആശയം പറഞ്ഞു. ആ ആശയം നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ RCM ആണെന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ടായിരുന്നു, അത് ഹിന്ദിയിലായിരുന്നു. അതന്ന് രാജൻ സാറിന് കൊടുക്കുകയും രാജൻ സാർ അന്ന് രാത്രി ഇരുന്ന് അത് വായിക്കുകയും ചെയ്തു. അടുത്ത ദിവസം മൂർത്തി സാറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് 2 ID വേണമെന്ന് പറഞ്ഞു. അപ്പോ ഇത് വെറുതെ പറഞ്ഞതാ, ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലം ഈ ഒരു ആശയത്തെ പറ്റി കേട്ട് ബാച്ചിലുള്ള സകല ആൾക്കാരോടും പറഞ്ഞപ്പോ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഒരാൾ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആള് ഒരു ജോയിനിങ് അല്ല ചോദിച്ചേ, 2 ജോയിനിങ് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് പോയ ഉറക്കാണ് മൂർത്തി സാറിന് ഇന്നേ വരെ ഉറക്കം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് പിന്നെ എന്താ പറയുക, നമ്മൾ പറയില്ല ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് സാറിന് ഉറക്കൊന്നുമില്ല, 2 മണി വരെയൊക്കെ ഓൺലൈൻ കാണാമല്ലോ. കാരണം എന്താ, അന്ന് രാജൻ സാർ 2 ജോയിനിങ് ചോദിച്ചു. അപ്പൊ ആ ജോയിനിങ് നിന്നാണ് കഥ തുടങ്ങുന്നത്. പക്ഷെ കഥ അവിടെയൊന്നും അല്ല. കഥ വരുന്നത് നാട്ടിൽ വന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് എയർഫോഴ്സിൽ നാട്ടിൽ വന്ന് ജീവിക്കണല്ലോ. തുടക്കത്തിൽ RCM ആ സമയത്ത് കാശ് കിട്ടില്ല എന്ന് മാത്രം പ്രൊഡക്റ്റ് തന്നെ കിട്ടില്ല. കാരണം അന്ന് പ്രൊഡക്റ്റുകൾ ഇല്ല, വളരെ കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആ സമയത്ത് കട വളരെ കുറവ്. അന്ന് കോഴിക്കോട് സുജിസ്ഥാന്റെ ഷോപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി എവിടെയും ഷോപ്പുകളില്ല. തൃശ്ശൂർ ജില്ലയിൽ ഷോപ്പില്ല. എന്ത് ചെയ്യും, എവിടുന്ന് പ്രൊഡക്റ്റ് കിട്ടുന്നൊന്നും അറിയില്ല. കിട്ടിയാലും ഇല്ലെങ്കിലും പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഗോപകുമാർ സാറിനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചു. മണലിത്ര വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അവിടെ ഒക്കെ നാട്ടിലെ സാധാരണ ആൾക്കാരാണ്. അവർക്ക് ഈ ആശയം എത്രത്തോളം മനസ്സിലായി എന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഇവരിത് ചെയ്യില്ല എന്നുള്ളത്. കാരണം അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഏറെക്കുറെ അത് മനസ്സിലായി. എന്നാലും ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, ബന്ധത്തിലുള്ള കുറച്ച് പേര് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ റെഡിയായി. പക്ഷെ റിയൽ ചാലഞ്ച് അവിടുന്ന് തുടങ്ങുന്നത്. കാരണം ഒരിക്കൽ വാങ്ങിയ ആൾക്കാർക്ക് തിരിച്ച് വീണ്ടും ഈ സാധനങ്ങൾ കൊടുക്കാനായിട്ട് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി ഇല്ല. അങ്ങനെ ഇരുന്നപ്പോ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്, രാജൻ സാറിന്റെ ഒരു ഫ്രണ്ട്, ബാംഗ്ലൂർ ടീച്ചർമാരായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു കോഫി കുടിക്കാൻ ഇടയായതും ആ കോഫി ഇവിടുന്ന് കിട്ടും എന്താണെന്നൊക്കെ പരിശോധിച്ച് വന്നപ്പോഴാണ് ഇത് രാജൻ പറഞ്ഞ RCM എന്ന് പറഞ്ഞ കോഫിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കോഫി ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീച്ചർ സംഘവും കൂടിയിട്ട് അങ്കമാലിയിൽ ഒരു ഷോപ്പ് എടുക്കാൻ വേണ്ടി റെഡിയായി. ഷോപ്പ് റെഡിയാക്കിയ സമയത്ത് അവിടെ ആരിയ്ക്കുന്ന ഒരു ചോദ്യം വന്നു. കാരണം ഈ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് പരിചയമില്ല, ആർക്കും ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല. വടക്കേ ഇന്ത്യയിലെ ഒരു കമ്പനിയാണ്, ഇതിന്റെ സാധ്യത എന്തോരം ഉണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെ ഉൽപ്പന്നം ഉപയോഗിച്ചു, ഇഷ്ടമായി. ആ കെയർ ഓഫിൽ ഒരു ഷോപ്പ് അവർ അവിടെ കൊണ്ടുവന്നു. പ്രിയ മാഡം, അതായത് എൻ്റെ അമ്മ, അന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു നിമിഷത്തിലുള്ള ഒരു എന്താ പറയുക ഡൗട്ട് പോലും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റും, RCM ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ RCMനെ കേരളത്തിൽ ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു സ്ത്രീ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയായിരിക്കും. അതിലെനിക്ക് ഒരു സംശയമില്ല. ഞാൻ എഴുതി തരാം. ആ ചരിത്രമൊക്കെ നിങ്ങൾ ഈ മാസം 20-ാം തീയതി, അല്ല 20-ാം തീയതി അല്ല, 30-ാം തീയതി കേരള റോസസ് പ്ലാറ്റ്ഫോമിൽ കേൾക്കും. കാരണം അന്ന് അതിഥിയായിട്ട് വരുന്നത് ഷാറമറാൾഡ്, പ്രിയ കെ രാജനാണ്. ഞാൻ പറയുന്നു നിങ്ങളുടെ ടീമിൽ നിന്ന് ആൾക്കാർ അത് കേൾക്കണം. കാരണം അതുപോലൊരു ചരിത്രം നിങ്ങൾ RCMന്റെ ഹിസ്റ്ററിയിൽ വേറെ കേൾക്കില്ല. കാരണം അത്രയും സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അങ്ങനെ അമ്മ രാവിലെ 7:30-ക്ക് എല്ലാ പരിപാടികളും കഴിച്ച് ട്രെയിൻ കയറും, അങ്കമാലിയിലെത്തും. അവിടെ ടീച്ചർമാര് അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, ഷോപ്പിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് 7-8 മണിയായിട്ടാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തുമ്പോഴും എന്റെ ആഗ്രഹം, അമ്മ ഇത്രയും ജോലിക്കൊക്കെ പോകുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ അന്ന് RCMനെ സീരിയസ് ആയിട്ട് എടുത്ത ഒരാളല്ല. അങ്ങനെ 8 മാസത്തെ സ്ട്രഗിളിങ് കഴിഞ്ഞിട്ട് ഫൈനലി വടക്കാഞ്ചേരിയിൽ ഒരു ഷോപ്പ് കൊണ്ടുവരുന്ന തീരുമാനിച്ചു. ഈവൻ ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങിന് പോലും അമ്മയ്ക്ക് വരാൻ സാധിച്ചില്ല. കാരണം ആ ഷോപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വലിയ ലാഭകരമായിട്ട് മുന്നോട്ട് പോയില്ല. പാർട്ട്ണർമാർ പകുതിയായിട്ട് പിന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് MK ബാബു സാർ ആ ഷോപ്പ് ഏറ്റെടുക്കുന്നതും അമ്മ വടക്കാഞ്ചേരിയിലേക്ക് വരുന്നതും. പിന്നെ തുടങ്ങുന്നത് ഇവിടുന്നാണ് റിയൽ ചാലഞ്ച്. കാരണം ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ കിട്ടാനോ ലീഡേഴ്സിനെ കാണിക്കാനോ ഒന്നുമില്ല. മൂർത്തി സാറ് ആഴ്ചതോറും വരും ഷോപ്പിലേക്ക്, വൈകിട്ട് മീറ്റിംഗ് എടുക്കും 1-2 പേർക്ക് വേണ്ടി. അങ്ങനെ ബിൽഡ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു ബിസിനസ് അത്. ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം ഇനി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് പിന്നീട് ഒരു ദിവസം ആവാം. പക്ഷേ ഞാൻ പറയുന്നു, അത്ര സ്ട്രഗിൾ ഒന്നും ഇപ്പൊ ഇല്ല. കാരണം ഇന്ന് മുക്കിന് ഷോപ്പുകളാ. ഇന്ന് കേച്ചേരി തൊട്ട് കുന്നംകുളം ഭാഗം വരെ 6-7 ഷോപ്പുകളുണ്ട്. അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ 150-ലധികം ഷോപ്പുകൾ ഇപ്പൊ നിലവിലുണ്ട്. ഇനിയും എനിക്ക് ഇന്ന് രാവിലെ 2 അപ്ലിക്കേഷൻ വന്നു ഷോപ്പിന്റെ. ഇന്ന് ആൾക്കാർ ഷോപ്പ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കടയിൽ തവിടെണ്ണ വെക്കാൻ നിവർത്തിയില്ല, നമ്മൾ പൂട്ടിയിടേണ്ട അവസ്ഥയാണ്. കാരണം ഇത് ആരെങ്കിലും കണ്ടപ്പെടുത്തുകൊണ്ടു, അത്രയും ഡിമാൻഡാ. അത്രയും സ്റ്റോക്ക് നമുക്ക് ഡിപ്പോയിൽ നിന്ന് കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഓരോ ഉൽപ്പന്നം വെജൊമേഗ ആൾക്കാര് സെയിൽ ചെയ്ത് വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. സാറ് 3 വെജൊമേഗ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ മാസത്തേക്ക് 1 മതിയല്ലോ, 2 എടുത്തായോ, ഞാൻ വേറൊരാൾക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ലെവലിലേക്ക് ഇന്ന് ഉൽപ്പന്നങ്ങളുടെ ശൃംഖലയുണ്ട്, ലീഡേഴ്സിന്റെ നിരയുണ്ട്, കോമ്പൻസേഷൻ പ്ലാൻ ഉണ്ട്, ഇങ്ങനെ A to Z ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു, എന്ത് സ്ട്രഗിൾ ആണ് ഇന്ന് നമുക്കുള്ളത്?
ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആർസിഎമ്മിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മീറ്റിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് എന്ത് ചാലഞ്ചാണ് നമുക്കുള്ളത്? ദ ഓൺലി ചാലഞ്ച് വി ഹാവ് ഈസ് അവർ സെൽഫ്. നമുക്ക് ഒറ്റ ചാലഞ്ചേ ഉള്ളൂ, ഒറ്റ വെല്ലുവിളിയുള്ളൂ, അത് ഞാനാ, വേറെ ആരുമല്ല. കാരണം നമുക്ക് കുറച്ച് ചിന്താഗതികളുണ്ട്. ഇതിങ്ങനെ വരൂ, അത് അങ്ങനെ വരൂ, ഈ മാസം വർക്ക് വരില്ല എന്നൊക്കെ നമ്മുടെ ചിന്താഗതികളാണ്. ആ ചിന്താഗതികളെ ഉടച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ വർക്കഹോളിക് മെന്റാലിറ്റി നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബിസിനസ് എവിടെ നിൽക്കുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അടുത്ത മന്ത്ര, ലീഡേഴ്സ് ഗിവ് യു വാട്ട് യു നീഡ്, നോട്ട് വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല ലീഡേഴ്സ് തരിക. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ലീഡേഴ്സ് നിങ്ങൾക്ക് തരിക. നോക്കൂ, എന്റെ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പക്ഷേ കഴിഞ്ഞ 19 കൊല്ലത്തെ അനുഭവം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ 19 കൊല്ലം അദ്ദേഹം ആർസിഎം എന്ന ബിസിനസ്സിലേക്ക് വന്ന് വിജയിച്ച ഒരാളാണ്. അനവധി പേരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയ വ്യക്തിയാണ്, ഒരു ആരാധന പാത്രമാണ്. അങ്ങനെ ഒരു വിജയിച്ച ആള് പറയുന്നതല്ല ഞാൻ കേൾക്കണ്ടേ? ഈ ബിസിനസ്സിൽ വിജയിച്ച ആളാണോ? ആണ്. പിന്നെ ഞാൻ എന്തിനാ ചോദ്യം ചെയ്യാൻ പോകുന്നത്? എല്ലാ കാര്യങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ഓക്കെ പറയുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഞാൻ ഇത്ര ചിന്തിക്കാറുള്ളൂ, അദ്ദേഹം ഇതിൽ വിജയിച്ച ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും എനിക്ക് ദോഷകരമായ ഒരു കാര്യം പറയില്ല. സിമിലർലി ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ വളർത്തിയാൽ മാത്രമേ നമ്മുടെ വരുമാനം വളരുള്ളൂ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആശയം ഇവിടെ ഉള്ളപ്പോൾ ഏത് ലീഡറാണ് ആഗ്രഹിക്കുക എന്റെ ടീമിലെ താഴെത്തട്ടിലുള്ള ആള് വളരരുത് എന്നുള്ളത്? ആഗ്രഹിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലായ ഒരാളാണെങ്കിൽ അയാള് അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെയോ ടീമിന്റെ താഴെ വരുന്ന ഒരാളെ എത്രയും പെട്ടെന്ന് അച്ചീവ്മെന്റ് ആക്കാൻ നോക്കും. കാരണം അവരെ അച്ചീവ്മെന്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ വളരാൻ പറ്റൂ. ഇതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലായ ആളാണെങ്കിൽ. അത് അച്ചീവ്മെന്റ് ആക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയേണ്ട ഡോസിൽ പറയേണ്ടി വരും. കാരണം ഒരു ഡോക്ടർ ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല മോനെ മരുന്ന് വേണമെന്ന്. ചോദിക്കോ? ഇല്ല. അയാൾ നോക്കും, നിങ്ങളുടെ പൾസ് നോക്കും, ചികിത്സിക്കും, ചികിത്സയ്ക്ക് ശേഷം പറയും ഈ മരുന്ന് കഴിക്കൂ എന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല ആള് തരിക, നിങ്ങൾക്ക് ആവശ്യമുള്ളതാ തരിക. ആസ് എ ലീഡർ അവരുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിനെ മാറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് മരുന്ന് തരുന്നത്. ആ മരുന്ന് ചിലപ്പോൾ ചെറിയ രീതിയിൽ ശകാരിക്കലാവാം, ചെറിയ രീതിയിൽ നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കലാവാം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം, നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ വിജയിച്ചാലാണ് ഓട്ടോമാറ്റിക്കലി അവർ വിജയിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലീഡേഴ്സ് നമുക്ക് തരുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പകരം നമുക്ക് ഈ സിസ്റ്റത്തിൽ എന്താണ് വളരാനും ഇതിൽ വികസിക്കാനും ഇതിൽ നല്ലൊരു ടീമിനെ പടുത്തുയർത്താനുമുള്ള കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സിമിലർലി, ടേക്ക് യുവർ ടൈംലി മെഡിക്കേഷൻ ഫ്രം യുവർ ലീഡർ. ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് മേടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ലീഡറിന്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും ആ മെഡിക്കേഷൻ കൃത്യമായിട്ട് എഴുതി മേടിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളുടെ അസുഖത്തിനുള്ള, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള മരുന്ന് ആരുടെ കയ്യിലുള്ള? നിങ്ങളെക്കാളും പരിചയസമ്പത്തുള്ള ആ ലീഡറിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. എല്ലായ്പ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ കാതുകൾക്ക് മധുരമുള്ള കാര്യങ്ങളായിക്കോളുന്നില്ല. പക്ഷെ തിരുത്താനുണ്ടെങ്കിൽ, ആ തിരുത്തൽ അത്യാവശ്യമാണെങ്കിൽ, ആ തിരുത്തി കഴിഞ്ഞാലുള്ള എല്ലാ ഗുണവും നിങ്ങൾക്കാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയും. ഞാൻ അങ്ങനെ തിരുത്തി വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും, ആ തിരുത്തലുകളൊക്കെ നമുക്ക് നമ്മളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അടുത്തതാണ് ഫോളോ ചെയിൻ ഓഫ് കമാൻഡ്. നോക്കൂ, നമുക്കൊരു നിരയുണ്ട്, ലീഡേഴ്സിന്റെ ഒരു വലിയ നിരയുണ്ട്. ആ നിരയെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അത് കൃത്യമായിട്ട് അതേ ചെയിനിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പം എനിക്ക് മുകളിൽ വരുന്ന ഒരു ലീഡർ ഉണ്ടെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് എന്റെ മുകളിലാണ് സുരാഗ് സാർ. സുരാഗ് സാറിന്റെ മുകളിൽ ജാനകി മാഡം ഉണ്ട്. ജാനകി മാഡത്തിന്റെ മുകളിൽ സരസ്വതി മാഡം ഉണ്ട്. സരസ്വതി മാഡത്തിന്റെ മുകളിൽ ജയലക്ഷ്മി മാഡം ഉണ്ട്. ജയലക്ഷ്മി മാഡത്തിന്റെ മുകളിൽ ഷമീർ സാർ ഉണ്ട്. അപ്പൊ ഷമീർ സാറാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ പവർഫുൾ ലീഡർ. ഞാനിപ്പോ പുതിയ വന്ന ഒരാളാണ്. ഞാൻ സുരാഗ് സാറുമായിട്ട് ഒരു കാര്യം സംസാരിച്ചു. ഞാൻ സാറിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സാറ് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ സാറിന്റെ ഒന്നും വന്നില്ല. എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ സാറിനെ ബൈപ്പാസ് ചെയ്ത് ഞാൻ ജാനകി മാഡത്തിനെ വിളിച്ചു. ജാനകി മാഡം എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ സ്പോട്ടിൽ പറഞ്ഞു തന്നു. പിന്നെ എന്റെ മനസ്സിൽ എന്താ, ജാനകി മാഡത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, മാഡം സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്യും. അങ്ങനെ ഞാൻ ജാനകി മാഡത്തിനെ വിളിക്കുന്നു. എന്റെ ടീമിനോട് ഞാൻ പറയുന്നു നിങ്ങൾ ജാനകി മാഡത്തിനെ വിളിച്ചാൽ മതി. അപ്പൊ എന്റെ ടീം എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ പതുക്കെ പതുക്കെ എന്താവും, കഴിവില്ലാത്ത ഒരാളായിട്ട് മാറും. കാരണം എന്താ, അവര് ചോദിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നു? ജാനകി മാഡത്തിന്റെ അടുത്തേക്ക് വിടുന്നു.
അങ്ങനെ ജാനകി മാഡം എന്ത് ചെയ്യുന്നു, അത് സോൾവ് ചെയ്ത് അതിനെല്ലാത്തിനും ഉത്തരമുള്ള ഒരു പവർഫുൾ ലീഡറായിട്ട് മാറും. ഞാൻ എന്റെ കഴിവുകളെ മെച്ചപ്പെടുത്താതെ ഞാൻ ഇതൊക്കെ ബൈപ്പാസ് ചെയ്ത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി മുന്നോട്ട് പോകും. സുരാഗ് സാറിന്റെ അവസ്ഥ എന്തായിരിക്കും? സുരാഗ് സാറിന്റെ അടുത്ത് ഞാൻ നേരിട്ട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാം ജാനകി മാഡം ത്രൂ ആണ്. കുറച്ച് നാൾ കഴിയുമ്പോ ജാനകി മാഡത്തിന് എന്തെങ്കിലും ഒരു ആവശ്യപ്രകാരം ഔട്ട് ഓഫ് ടൗണിലേക്ക് പോകേണ്ടി വരികയാണ്, മകന്റെ അടുത്തേക്ക് പോകേണ്ടി വരികയാണ്. മാഡം കുറച്ച് നാളത്തേക്ക് ബിസിനസ്സിലേക്ക് മാറി നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ ആരെ ബന്ധപ്പെടും? തൊട്ടപ്പുറത്ത് സുരാഗ് സാർ ഉണ്ട്. പക്ഷെ ഇത്രയും കാലം ഞാൻ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാതിരുന്നുകൊണ്ട് സുരാഗ് സാറ് പറയും, ഇനി നീ അവിടെ ഇരിക്കും, ഒരു ഒരു 1.5 കൊല്ലമായിട്ട് എന്നോട് കാര്യമായിട്ട് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഇനി വിളിക്ക്, ജാനകി മാഡത്തിനെ വിളിക്ക്. അത് സുരാഗ് സാറിന്റെ പ്രശ്നമാണോ? അല്ല. ഞാൻ എന്ത് ചെയ്തു? ബൈപ്പാസ് ചെയ്തു. അപ്പൊ നമ്മൾ ഒരിക്കലും ബൈപ്പാസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും ആ ചെയിൻ ഓഫ് കമാൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. നോക്കൂ, ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, ഒരു കുട്ടി പ്രശ്നം ഉണ്ടാക്കി. ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? ആ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും? സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകും. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ഏറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അടുത്തേക്ക് കൊണ്ടുപോകും. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? വൈസ് പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ടേ പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വട്ടവും ഓരോ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കി നേരെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോകാൻ നിന്നാൽ പിന്നെ എന്താ അവസ്ഥ? ഇന്ന് പലപ്പോഴും നമ്മൾ ലംഘിക്കുന്നത് ഈ ചെയിൻ ഓഫ് കമാൻഡാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല ലീഡർമാരുടെയും സ്കില്ല് വളരാത്തത്. അവരുടെ സ്കില്ല് വളർത്തണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം. അവരോട് ചോദിക്കണം, സാറേ ഇതിന് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ അവര് പറയും, എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. നമ്മൾ അതിനു വേണ്ടി ക്ഷമിക്കണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ബൈപ്പാസ് ചെയ്യരുത്. ബൈപ്പാസിങ് ശരിയായ ഒരു കാര്യമല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ബൈപ്പാസിങ് ശരിയായ കാര്യമല്ല. എപ്പോഴും നമുക്ക് ഒരു ടോപ്പ് ലെവലിലുള്ള ഒരാളെ വിളിച്ച ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളുടെ ആവശ്യം വരും. അത് തുടക്കത്തിൽ തന്നെ ആ ശീലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പക്ഷെ നമുക്ക് നമ്മുടെ മുകളിലുള്ള എല്ലാവരുമായിട്ട് എന്ത് വേണം? നല്ല ബന്ധം വേണം. ആ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം നാളെ ഇപ്പൊ സുരാഗ് സാറിന് ഒരു അത്യാവശ്യം വന്ന് സാറ് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ജാനകി മാഡത്തിനെ വിളിക്കാനുള്ള ഒരു ബന്ധം ഉണ്ടായാൽ മതി. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആരായിരിക്കണം? എന്റെ തൊട്ട് മുകളിലുള്ള ലീഡർ ആയിരിക്കണം. അല്ലെങ്കിൽ ആ സിസ്റ്റം മൊത്തം കൊളാപ്സ് ആവും. ഇപ്പൊ ഞാനൊരു യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്, പാകിസ്ഥാൻ സൈന്യം എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഡിഫൻസ് മിനിസ്റ്ററിനെ വിളിച്ചു ചോദിക്കുക, സാറേ അതെ ഇപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ സൈന്യം വരുന്നുണ്ട്, ഞാൻ വെടിവെക്കണോ വേണ്ടേ? ഈ വെടിവെക്കണോ വേണ്ടെന്നുള്ള ചോദ്യത്തിൽ തന്നെ ആദ്യത്തെ വെടി വീണ് ഞാൻ മയ്യത്താവും. അപ്പൊ നമ്മളിത് ചോദിക്കാൻ പാടൂ? ഇല്ല. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ലെങ്കിൽ യു കോൾ യുവർ ലീഡർ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ലീഡറിന് തന്നിരിക്കുന്നത്. ആ ലീഡറിനെ ചോദിച്ച് മനസ്സിലാക്കി, അദ്ദേഹത്തിന് അത് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കണം. സാറിന് അറിയില്ലെങ്കിൽ സാറ് മുകളിൽ വിളിച്ച് ചോദിച്ചിട്ട് പറയൂ. അപ്പൊ അദ്ദേഹം അത് മുകളിൽ വിളിച്ചു വെക്കും. അപ്പൊ ആൾക്കും അതിനെപ്പറ്റി അറിവ് കിട്ടും. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ആൾക്കത് പറഞ്ഞു തരാൻ പറ്റും. ഈ ഫോളോ ചെയിൻ ഓഫ് കമാൻഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും നിങ്ങളുടെ ബിസിനസ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഇനി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. എന്താ ചെയിൻ ഓഫ് കമാൻഡ്? മകനോ മകൾക്കോ ഒരു കാര്യം സാധിക്കണം, ആദ്യം ആരോടാ പറയാ? ആദ്യം ആരോടാ പറയാ? അമ്മയോട് പറയും. ശരിയല്ലേ? ആദ്യം അമ്മയോട് പറയും. എന്നിട്ട് അമ്മ പോയിട്ട് ആരോട് പറയും? അമ്മ പോയിട്ട് ആരോട് പറയും? അച്ഛനോട് പറയും. ശരിയല്ലേ? ഇങ്ങനെയാണല്ലോ. ഇങ്ങനെയാണ്. അമ്മ പോയിട്ട് അച്ഛനോട് പറയും. നേരിട്ട് പോയി അച്ഛനോട് പറയാനുള്ള ധൈര്യമുള്ള ആൾക്കാരൊന്ന് കൈപൊക്കിക്കേ നോക്കട്ടെ. നിങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരെ, എന്നാലും ഞാൻ ചോദിക്കണം, നിങ്ങളുടെ കാലഘട്ടത്തിൽ നേരിട്ട് പോയിട്ട് അച്ഛനോട് പറയാനുള്ള ധൈര്യമുള്ള ആൾക്കാരെന്ത്? എന്താ അച്ഛനോട് പറയാത്തെ? അവിടെ ബൈപ്പാസ് ചെയ്ത പണി പണി കിട്ടുന്നുള്ളത് അറിയാം. അതുകൊണ്ട് അമ്മയോട് പതുക്കെ സോപ്പിട്ട് പറഞ്ഞ് അമ്മ എന്നിട്ട് എന്ത് ചെയ്യും? രാത്രി കിടക്കുന്ന സമയമാകുമ്പോ അച്ഛനോട് പറയും, നോക്കൂ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കാര്യം ഇങ്ങനെ അവൻ പറഞ്ഞു, എന്താ വേണ്ടേന്നുള്ളത് ചോദിക്കും. ശരിയല്ലേ? അവിടെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ എന്ത് വേണം? ഇവിടെയും എന്ത് വേണം? ഒരു ചെയിൻ ഓഫ് കമാൻഡ് വേണം. ഇത് വെരി 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 ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ചെയിൻ ഓഫ് കമാൻഡ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ചെയിൻ ഓഫ് കമാൻഡ് എന്ത് വേണം? നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായകരമാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാളും ആഗ്രഹിക്കില്ല എന്റെ ലീഡർ കഴിവില്ലാത്ത ഒരാളായിട്ട് മാറണം. അവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു അസോസിയേറ്റ് ബയർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. അതുകൊണ്ട് അവരെ സ്കില്ല് കൂട്ടണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ ചോദ്യങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. കാരണം ഏറ്റവും കൂടുതൽ നാളെ എടുത്ത് പെരുമാറാൻ പോകുന്നത് ആരായിരിക്കും? നിങ്ങളായിരിക്കും. സോ ദാറ്റ് ഈസ് ഫോളോ ചെയിൻ ഓഫ് കമാൻഡ്. അടുത്തതാണ് ഡൗൺലൈൻ സക്സസ് ഈസ് യുവേഴ്സ്. ഡൗൺലൈൻ സക്സസ് ഈസ് യുവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ കൂടെ വരുന്ന അസോസിയേറ്റ് ബയ്യേഴ്സിന്റെ സക്സസ് ആണ് നിങ്ങളുടെ സക്സസ്. ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചു, അവര് നല്ല രീതിയിൽ SSLC പാസ്സായി.
90-ന് മുകളിൽ മാർക്കുള്ള രീതിയിൽ പാസ്സായി. ഇനി നിങ്ങൾ പറയൂ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയൂ, ഈ വിജയം ആരുടെ വിജയം? ഈ വിജയം ആരുടെ വിജയം? നിങ്ങൾ റിപ്ലൈ ചെയ്യും. ഒരു ടീച്ചർ നന്നായി പഠിപ്പിച്ചു, ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് ആരുടെ വിജയം? രേഷ്മ വിമൽ മാഡം പറയുന്നു ടീച്ചറിന്റെ വിജയമാണെന്നുള്ളത്. ഷമീർ സാറും പറയുന്നു ടീച്ചർമാരുടെ വിജയമാണെന്നുള്ളത്. സുജാത മാഡം പറയുന്നു, രവി സാറ് പറയുന്നു ടീച്ചർമാരുടെ വിജയമാണ്. നിങ്ങൾ പറയുന്നത് ടീച്ചറുടെ വിജയമാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, നമ്മുടെ കൂടെ നമ്മൾ വളർത്തി കൊണ്ടുവന്ന് നമ്മൾ മീറ്റിംഗിലേക്ക് കൊണ്ടുപോയി, നമ്മൾ കൈപിടിച്ച് ഉയർത്തി, നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുത്തു, ബിസിനസ് പ്ലാൻ പറഞ്ഞു കൊടുത്തു, അവരെ വളരാനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. അവരുടെ വിജയം ആരുടെ വിജയം? നമ്മുടെ വിജയം, ശരിയല്ലേ? ഇത്രേ ഉള്ളൂ. അവര് വിജയിച്ചാൽ നമ്മൾ വിജയിച്ചതിന് തുല്യാണ്. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കൂ. പല സ്ഥലങ്ങളിലും തഴഞ്ഞു വെച്ചേക്കുക. അവൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പൊസിഷനിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ട്, അങ്ങനെ അമർത്തി പിടിച്ചേക്കുക. ഈ തുടക്കത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ടർ പറയും, മോനെ ആക്സിലേറ്റർ കൊടുക്ക്, പക്ഷെ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലല്ലേ, കാരണം ഇങ്ങനെ തടഞ്ഞു വെച്ചേക്കുക, ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ കാല് വെച്ചേക്കുക. കാരണം എന്താ, അവൻ വളരണ്ട. എനിക്ക് ശേഷം വന്നവനാ, അവൻ എന്നെക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്ന. ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ ഒരു ലിവിങ് എക്സാമ്പിൾ തന്നെയുണ്ട്. ആരാ? മൂർത്തി സാറ്. മൂർത്തി സാറ് ഇന്ന് സഫേറാണ്. മൂർത്തി സാറിനെ കൊണ്ടുവന്ന ഗോപകുമാർ സാറ് ഇന്ന് റൂബിയാണ്. റൂബി ആയിട്ടുള്ള ഗോപകുമാർ സാറിന് എത്ര സന്തോഷം ഉണ്ടായിരിക്കും. കാരണം എന്താ, ഇനി അദ്ദേഹത്തിന് മൂർത്തി സാറിനെ പറ്റി ആലോചിച്ച് ചിന്തയില്ല. കാരണം എന്താ, എല്ലാം മൂർത്തി സാറ് ഭംഗിയായിട്ട് ചെയ്തോളും. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കാളും കേമനായത്. അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാം, സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിന് മറ്റേ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാം. പണി എളുപ്പാവില്ല ചെയ്യുന്നത്. സത്യം പറഞ്ഞ എന്നെക്കാളും കഴിവും അറിവും സമയവും താല്പര്യവും ഈ ബിസിനസ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിനെ ഞാൻ കൊണ്ടുവന്നാൽ, അയാൾ വിജയിച്ചു കഴിഞ്ഞാൽ, അയാൾ എന്റെ പൊസിഷന്റെ അത്ര എത്തിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ? അല്ലെങ്കിൽ എന്നെക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ? പക്ഷെ പല ആൾക്കാരും അങ്ങനെ താഴേന്ന് ഒരാൾ വളർന്നു വന്നു, ഇവൻ റോയൽറ്റി എത്തി, അയ്യോ എന്റെ റോയൽറ്റി വരുമാനം കുറച്ച് കുറയൂലോ, ഓ ഇവൻ ടെക്നിക്കലായ പ്രശ്ന. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര് ഈ ബിസിനസ്സിൽ വളരില്ല. ഒരു നിശ്ചിത അളവിനപ്പുറം അവർ വളരില്ല. അവരിങ്ങനെ തടഞ്ഞു വെച്ചേക്ക്, ഇവനായി പ്രശ്നമാണ്, ഇവൻ എങ്ങനെയെങ്കിലും ആക്കാതിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, ആ ടീമിൽ പോയിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തും. അവൻ പറയുന്നത് കേൾക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഞാനാണ് അപ്ലൈ. അങ്ങനെ അതോട് കൂടിയിട്ട് ആ ബിസിനസ് എന്താവും, കൊളാപ്സ് ആവും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇരിക്കുന്ന ആരെ പറ്റിയിട്ടല്ല, ഇവിടെയുള്ള ആരെയും പറ്റിയിട്ടല്ല, കേരളത്തിലുള്ള ആരെയും പറ്റിയിട്ടല്ല. തികച്ചും ഔട്ട് ഓഫ് കേരള ബിസിനസിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ലാസ്റ്റ് PV ബ്ലോക്ക് ചെയ്യും. ഒരാള് കമന്റ് ഇട്ടതാണ്, ഇത് ഇവിടുത്തെ കാര്യമല്ല, നോർത്ത് ഇന്ത്യയിലെ കാര്യം. ഇവിടുത്തെ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തികച്ചും എന്താണ്, സാങ്കല്പികമാണ്. ഓക്കെ. സോ ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ടീച്ചറിന് പോകുമെങ്കിൽ, നിങ്ങളുടെ ഡൗൺലൈൻ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കാ പോവുക, നിങ്ങൾക്കാ പോവുക. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് ചില ആൾക്കാരെ സ്റ്റേജിലേക്ക് അഭിസംബോധന ചെയ്യുമ്പോൾ അവര് പറയുന്ന ഒരു പേരുണ്ട്, ഇന്ന ആളുടെ ടീം. കോട്ടയത്തെ പവർഫുൾ ലീഡർ ബാബു സാറിന്റെ ടീമിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, അല്ലെങ്കിൽ ബിനു സാറിന്റെ ടീമിൽ നിന്നാണ് വരുന്നത്, സുജിത് സാറിന്റെ ടീമിൽ നിന്നാണ് വരുന്നത്, രാജൻ സാറിന്റെ ടീം, മൂർത്തി സാറിന്റെ ടീം, ഗിരീഷ് സാറിന്റെ ടീം, റഫീഖ് സാറിന്റെ ടീം, ഇങ്ങനെ ടീമിൽ നിന്നാണ്, റഷീദ് സാറിന്റെ ടീം. വൈ? കാരണം എന്താ, ആ ടീച്ചർ വിജയിച്ചു. ആ ടീച്ചർ തന്റെ ടീമിലുള്ള ആൾക്കാരുടെ ഡൗൺലൈൻ സക്സസിൽ സന്തോഷിച്ചു, അതിനെ വേണ്ടി പ്രയത്നിച്ചു. അപ്പോഴാണ് അങ്ങനെ പറയുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു ടീം പല സ്ഥലങ്ങളിലും പോയിട്ട് അവരെ എന്താ പറയുക, എഡിഫൈ ചെയ്യുമ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആസ് എ ടീച്ചർ എന്തായി, വിജയിച്ചു. അപ്പൊ ഇത് എപ്പോഴും മനസ്സിലാക്കുക, ഡൗൺലൈൻ സക്സസ് ഈസ് യുവേഴ്സ്. ഇത് ഏറ്റവും രസമുള്ള കാര്യം. ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് ടീം. ഈ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. അത് ഇവിടെ നിന്നല്ല, എല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ ഞാൻ വിപ്രോ എന്നുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ വിചാരിച്ചു ഇതിനും നല്ല കമ്പനി വേറെ കമ്പനിയാ, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടെ നിന്നുള്ളതല്ല, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇതിനെപ്പറ്റി ഗോപകുമാർ സാറ് ഈ അടുത്തെന്നല്ല, എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരു കൂട്ടം ആൾക്കാര് വഴിയോരത്ത് ഇരുന്ന് പുല്ല് തിന്നോണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല അവരുടെ കയ്യിൽ, അവർ ഈ പുല്ല് തിന്നോണ്ടിരിക്കുക, ഇങ്ങനെ ചവച്ച് തിന്നോണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു റോൾസ് ലോയ്സിൽ ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ വണ്ടി കൊണ്ട് നിർത്തി. അയാള് ജനാല താത്തി അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തേ കാണിക്കുന്നത് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ അന്നുള്ള അന്നത്തിനുള്ള കാശൊന്നുമില്ല, ഞങ്ങളുടെ വിശപ്പ് ഈ പുല്ല് തിന്നിട്ട് മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഇത് കേട്ടപ്പോ
ആകെ ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഈ നാട്ടില് ഇങ്ങനൊരു അവസ്ഥയോ? നിങ്ങൾ ഇവിടെ നിന്ന് പുല്ല് തിന്നരുത്, നിങ്ങളെ ഞാൻ ഇവിടെ പുല്ല് തിന്നാൻ സമ്മതിക്കില്ല, നിങ്ങൾ പെട്ടെന്ന് വണ്ടി കയറാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, വീട്ടിൽ കുറച്ച് പേരുണ്ട്, അവരൊക്കെ വിളിച്ചോ, ആരെ വിളിക്കണ്ടെന്ന് വെച്ചാൽ എല്ലാവരും വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിളിച്ചു, വണ്ടി വിളിച്ചു, എക്സ്ട്രാ 2 വണ്ടികൾ അദ്ദേഹം വിളിച്ചു, അപ്പൊ തന്നെ വന്നു. അങ്ങനെ ഇവരെല്ലാവരും കയറി. ആ ഗ്രൂപ്പിലെ തലവൻ വണ്ടി കയറി ഉടനെ അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആള് പറഞ്ഞു, ഈ കാലത്ത് നിങ്ങളെ പോലുള്ള ദൈവപുരുഷന്മാര് ഈ ഭൂമിയിൽ ഉണ്ടല്ലോ, കരുണയുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ഇത് ചെയ്യുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. കാരണം എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ പുല്ലുണ്ട്, നിങ്ങൾ ഈ റോട്ടിൽ നിന്ന് പുല്ല് തിന്നേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിൽ വളപ്പിൽ ഇഷ്ടം പോലെ പുല്ലുണ്ട്, അത് നിങ്ങൾ പുല്ല് തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്റെ വീടും ക്ലീൻ ആവും, നിങ്ങളുടെ വിശപ്പും മാറും. ഇങ്ങനെയാണ് പല ആൾക്കാരും പുല്ല് തിന്നാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അവിടെ പോയാലും പുല്ല് തിന്നണം, ഇവിടെ നിന്നാലും പുല്ല് തിന്നണം, എന്നാ പിന്നെ ഇവിടെ നിന്ന് തിന്നാ പോരെ? അപ്പോ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് ടീം. ഇവിടെ നിന്ന് ഇനി കാര്യമില്ല, ഇനി അങ്ങോട്ട് പോവാം, അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ പടുകുഴിയായിരിക്കും. അപ്പൊ എവിടെ വന്നോ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യരുത്? ടീം മാറരുത്, ടീം മാറരുത്. ബി വെർ യു ആർ. അവിടെ നിങ്ങൾക്ക് വിജയിക്കാനുള്ള അവസരം. നോക്കൂ, മൂർത്തി സാറിന് അപ്ലൈൻ ആരാന്ന് അറിയില്ല, ഡൗൺലൈൻ ആരാന്ന് അറിയില്ല, എന്നിട്ടും അദ്ദേഹം വിജയിച്ചു, ശരിയല്ലേ? എന്റെ ഡൗൺലൈൻ, എന്നെ സ്പോൺസർ ചെയ്ത് സ്മിത മനോജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്റെ ഐ ഡി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അവരെവിടെയാണെന്ന് എനിക്ക് അറിയില്ല, അതിന് താഴെ വരുന്ന ആളും ആരാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വി ആർ ഹിയർ, റൈറ്റ്? അപ്പൊ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനും ഇവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഒരു അവസരം എല്ലാവർക്കും ഈക്വലി തന്നെയല്ല. അത് ഒരു ടീമിൽ അത് കൂടുതൽ, ഒരു ടീമിൽ കുറവെന്നുള്ളതില്ല. നിങ്ങളുടെ വർക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പൊ സക്സസ് ഈസ് നോട്ട് എ പ്ലേസ്. സക്സസ് എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, അതൊരു മെന്റാലിറ്റിയാണ്. വിജയിക്കാൻ ആഗ്രഹമുണ്ടോ, എവിടെ നിന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ സാധിക്കും. സോ ഈ ഒരു പ്രവണത നമ്മൾ മാറ്റി നിർത്തണം. അടുത്തതാണ്, നിങ്ങളൊരു പെസിമിസ്റ്റിക് ആണോ? നോക്കൂ, നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് ഹോപ്പ്. ഈ ബിസിനസ്സിനെ വളർത്താൻ അത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു കാര്യം. പക്ഷേ ഈ ബിസിനസ്സിലെ ചെറിയ ചെറിയ പോരായ്മകളെ മാത്രം നോക്കി കാണുന്ന ആൾക്കാർക്ക് ഈ ബിസിനസ്സിൽ വളരാൻ സാധിക്കില്ല. ഇപ്പോ ഡിപ്പോയിൽ നിന്ന് കടയിലേക്ക് സാധനം വന്നു, ആട്ട പൊട്ടി, അത് വലിയ പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ട്. ബാച്ച് കുറച്ച് കിട്ടിയ ഉൽപ്പന്നങ്ങൾ കുറച്ച് പ്രശ്നമുള്ള ഉൽപ്പന്നങ്ങളാണ്, അത് പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. കാരണം അവര് കാണുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ലീഡറിൽ പോരായ്മകൾ കാണുന്ന ആൾക്കാരുണ്ട്, കമ്പനിയിൽ പോരായ്മ കാണുന്ന ആൾക്കാരുണ്ട്, പ്രൊഡക്റ്റിൽ പോരായ്മ കാണുന്ന ആൾക്കാരുണ്ട്. ഈ പോരായ്മകൾക്കപ്പുറം ഒരു 10 ഇരട്ടി ഈ നന്മകൾ ഇതിലുണ്ട്, അതാരും കാണുന്നില്ല. അവിടെയാണ് നമ്മുടെ മെന്റാലിറ്റിനെ നമ്മൾ മാറ്റേണ്ടത്. നോക്കൂ, ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തി, ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം അതിലേക്ക് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 30 ദിവസത്തെ റിട്ടേൺ പോളിസി നിങ്ങൾക്കുണ്ട്. ആ 30 ദിവസം നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യാം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഈ പ്രശ്നത്തെ വഷളാക്കി പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് മനോഭാവം ഉണ്ടാക്കും. തുളസി പെയിന്റ് വന്ന സമയത്ത് ജെന്യൂൻ കേസുകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ പറഞ്ഞു പരത്തിയ കേസുകളും ഉണ്ട്. വൈ? അതുകൊണ്ട് എന്ത് ലാഭം നമുക്ക് ഉണ്ടാവുന്നത്? പി വി നഷ്ടമാവുന്നതല്ലാതെ, ഇനി വരാൻ സാധ്യതയുള്ള പി വി ഇല്ലാതെ ആക്കുന്നതല്ലാതെ അതിൽ വേറൊരു കാര്യം നമുക്കില്ല. അപ്പൊ പലപ്പോഴും ഉള്ളിലുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോസിപ്പുകള്, റൂമറുകള് അത് പറയാന്നുള്ളത്. കാരണം അത് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖം. നമുക്ക് ഒരാളെ പറ്റി നല്ലത് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയാളെ പറ്റി എന്തെങ്കിലും മോശം പറയുമ്പോൾ സന്തോഷമുള്ളൂ. ആ പ്രവണതയാണ് മാറേണ്ടത്. കമ്പനി നോക്കൂ, നമ്മുടെ വീട്ടിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും കിച്ചൺ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് കാലഘട്ടം മാറി, 2025ആയി. ഇന്ന് പുരുഷന്മാരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് കിച്ചൺ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ കഴിഞ്ഞ 20-25 കൊല്ലമായിട്ട് വീട്ടിൽ കറി വെച്ചുകൊണ്ടിരിക്കുക, സാമ്പാറ്, മോര്, പുളിശ്ശേരി എല്ലാം വെച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഇത് നന്നാവണമെന്നൊന്നുമില്ലല്ലോ. ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജയലക്ഷ്മി മാഡം, ഇന്ന് സാമ്പാറിന് അത്ര ടേസ്റ്റ് വന്നില്ല. സംഭവിക്കാറുണ്ടല്ലോ, എന്റെ വീട്ടിൽ സംഭവിക്കാറുണ്ട്. അതിന്റെ അർത്ഥം കുക്ക് മോശ അല്ല, അടപ്പ് മോശ അല്ല, ചട്ടി മോശ അല്ല, കുക്കർ മോശ അല്ല. സംഭവിക്കാം, സംഭവിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 പേരടങ്ങുന്ന വീട്ടില് സാമ്പാർ എല്ലാ ദിവസം വെക്കുമ്പോൾ പാകപ്പഴവ് വരുന്നുണ്ടെങ്കിൽ, കോടിക്കണക്കിന് ആൾക്കാർ ബിസിനസ്സിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ബിസിനസ്സിൽ 4 പ്രൊഡക്റ്റ് മോശമായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതൊക്കെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രൊഡക്റ്റിൽ ഡിഫക്റ്റ് ഉണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല. ആട്ട പൊട്ടി, നമ്മൾ ഉപയോഗിക്കുക. ഉപ്പ് പൊട്ടി, നമ്മൾ ഉപയോഗിക്കുക. കഴിഞ്ഞ വട്ടം സ്റ്റോക്കിൽ വന്നപ്പോൾ 7 ഉപ്പ പൊട്ടി, 7 അല്ല, ഒരു ബാഗ് മൊത്തം പൊട്ടി.
നമ്മളത് പ്രധാനപ്പെട്ട അസോസിയേറ്റ്സിനെ വിളിച്ചു, അവർക്ക് അത് കൊടുത്തു, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മൾ അതന്നെ ഇങ്ങനെ അവലംബിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? കമ്പനിയുടെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണ്. കൃത്യസമയത്ത് സാധനങ്ങൾ ചിലപ്പോൾ എത്താൻ ഇത്തിരി പാടുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഡിപ്പോയില് സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് പരാതി. എന്തുകൊണ്ടില്ലാത്ത? ഡിമാൻഡ് കൂടി. ആ പോസിറ്റീവ് വശമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടതും നമ്മൾ ഷെയർ ചെയ്യേണ്ടതും. എന്ന് വെച്ച് കംപ്ലൈന്റുകൾ നിങ്ങൾ പറയേണ്ടെന്നല്ല. കംപ്ലൈന്റ് എപ്പോഴും മുകളിലോട്ട് പറയാ, താഴോട്ടല്ല. നിങ്ങളുടെ അപ്ലൈനോട് പറയാ. താഴത്തട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റില്ല, പി വിയും കൂടി ഇല്ലാതെ ആവുള്ളൂ. അതെന്ത് ചെയ്യാം, മുകളിലോട്ട് നമ്മൾ പറയുക, എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ചോദിക്കണ്ടേ. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് സാറേ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ലാതെ താൻ എന്ത് ലീഡറാണോ, ഇവിടെ വെജൊമൈക്ക കിട്ടാനില്ല, താൻ വിചാരിച്ച ഒരു 10 വെജൊമൈക്ക ഇവിടെ ഒപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. അതല്ല അതിന്റെ രീതി. സാറേ ഇങ്ങനെ കിട്ടാനില്ല, എന്താ ചെയ്യാൻ പറ്റുക, അവരോട് എന്താ പറയണ്ടേ? അപ്പൊ പറഞ്ഞുതരും എന്താ പറയണ്ടേ എന്നുള്ളത്. വി ഷുഡ് ഷെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ലയബിലിറ്റി ഓഫ് അവർ കമ്പനി ബിക്കോസ് വി ആർ പാർട്ട്നേഴ്സ്. 45% ഈ കമ്പനി തരുന്നുണ്ട്. അപ്പൊ ഈ കമ്പനിയുടെ ഉൽപ്പന്നത്തെ പറ്റിയിട്ടോ, ഇതിന്റെ സാധ്യതയെ പറ്റിയിട്ടോ, ഇതിന്റെ ബേസ് ഓഫ് ഓപ്പറേഷനെ പറ്റിയിട്ടോ, ഇതിന് തരുന്ന സിസ്റ്റത്തെ പറ്റിയിട്ടോ നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മളെ പറ്റിയിട്ട് തന്നെ കുറ്റം പറയുന്നത്. കാരണം എന്താ, കമ്പനി മുന്നേ പറഞ്ഞു നിങ്ങൾ പാർട്ട്ണറാന്ന്. ആ പാർട്ട്ണറായ ഞാൻ എന്റെ സ്വന്തം കമ്പനിയെ പറ്റി മോശം പറഞ്ഞാൽ ഞാൻ എന്തോരം മോശക്കാരനാവണം? എന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ലീഡറാണ് മൂർത്തി സാർ. കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് പല കാരണങ്ങളാൽ എനിക്ക് അദ്ദേഹത്തെ പല രീതിയിൽ എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. വെച്ചാൽ ഞാൻ അഡ്വൈസ്, സജഷൻസിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ അദ്ദേഹത്തിനോട് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഞാൻ എപ്പോഴും സജഷനാണ് അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നത്. ആട്ട പൊട്ടി സാറേ എന്താ ചെയ്യണ്ടേ? ആട്ട പൊട്ടിയത് നന്നായില്ല അർജുൻ, ഇനി അർജുന് പൊട്ടിക്കേണ്ടി വരില്ലല്ലോ, നേരിട്ട് ചപ്പാത്തി ഉണ്ടാക്കാലോ. ഇങ്ങനെയാണ് അവിടുന്ന് വരുന്ന ഉത്തരം. പിന്നെ ഇപ്പൊ എന്താ പറയാൻ പറ്റുക? സാറേ വെജ് ഒമേഗയ്ക്ക് ചെറിയൊരു ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, എന്താ ചെയ്യുക? വെജ് ഒമേഗയ്ക്ക് അത്രയും ഷോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വെജ് ഒമേഗ അത്രയും ഡിമാൻഡ് ഉണ്ട്. അപ്പോ അർജുന്റെ ആ ഏരിയയിൽ വെജ് ഒമേഗയുടെ ഡിമാൻഡ് കൂടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി വരുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വരുത്തണം. ഓക്കെ സാർ, കഴിഞ്ഞു. എന്തപ്പോ പറയാ? കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് ഏത് തരത്തിലുള്ള നെഗറ്റീവ് ഇഷ്യൂസും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം സഫയർ ആയത്, വേറെ ഒന്നും കൊണ്ടല്ല. ദാറ്റ് ഈസ് വൈ ഹീസ് എ സഫയർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പെസിമിസ്റ്റിക് ചിന്താഗതി അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പോസിറ്റീവ് ചിന്താഗതിയാണ് വേണ്ടത്. ഇനി അടുത്തൊരു മന്ത്രമുണ്ട്, ഇത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. നിങ്ങളോട് തന്നെ ചോദിക്കുക, ആർ യു എ ലക്കി ലീഡർ? നിങ്ങളൊരു ലക്കി ലീഡർ ആണോ? അതായത് ആരൊക്കെയോ ചെയ്തു, എങ്ങനെയൊക്കെയോ എത്തി, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എങ്ങനെയൊക്കെ ഈ പൊസിഷനിൽ എത്തി, ഇനി ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഞാൻ ഈ പൊസിഷനിലേക്ക് അബദ്ധത്തിൽ എത്തിയതാന്ന് പറയാനും പറ്റുന്നില്ല. തിരുത്താൻ ഇനിയും സമയമുണ്ട്, പഠിക്കാൻ ഇനിയും അവസരമുണ്ട്. കാരണം പഠിക്കാൻ കടലോളുണ്ട്. ഞാൻ 5.5 കൊല്ലം ഇതിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും പഠിക്കാൻ ഇഷ്ടം പോലെ കിടക്കുക. കീസോൾ എന്ന് പറഞ്ഞ സിഗ്മെന്റ് ഒക്കെ ഇനി എന്തോരം പഠിക്കാണ്ട്. അപ്പോ നിങ്ങളൊരു ലക്കി ലീഡർ ആവാതിരിക്കാൻ. ആരാ ലക്കി ലീഡർ? അറിയാതെ ആയിപ്പോയി, ഓക്കെ, കുഴപ്പമില്ല, അറിയാതെ ആയിപ്പോയേക്കാം. പക്ഷേ അങ്ങനെ ആയെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ എങ്ങനെയൊക്കെയോ വിശ്വസിച്ച് വന്ന ആൾക്കാരോടുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ മനസാക്ഷി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക, ഇന്ന് തൊട്ട് ക്ലാസ്സിൽ കയറി തുടങ്ങുക, ഇന്ന് തൊട്ട് ഫീൽഡിൽ ഇറങ്ങി തുടങ്ങുക. ഗ്രോത്തിൽ മാത്രം അവർക്ക് പൊസിഷൻ ഉണ്ടാവുള്ളൂ. അവരൊരു പൊസിഷൻ ഉണ്ടാവും, പക്ഷേ അവർക്ക് അറിവും കഴിവും ഉണ്ടാവില്ല. മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, അറിവും കഴിവും ഇല്ലാത്ത ഒരാളെയും ആരും ബഹുമാനിക്കില്ല. ഇത്തരത്തിലുള്ള ലീഡേഴ്സിന് അവസാനം പറ്റുന്ന കാര്യം എന്താണെന്ന് പറയുക, ഇവർ തിരുത്താൻ റെഡി ആയില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരാരും വിളിക്കില്ല, ഇവരെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആരും എഡിഫൈ ചെയ്യില്ല. ഇങ്ങനെ ഒരു ലീഡർ ഉണ്ട് എന്നുള്ളത് ആൾക്കാർ മറന്നു പോകും. ഈ സിസ്റ്റത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു മൂമെന്റ് ഉണ്ട്. നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാർ സ്റ്റേജിൽ കയറി ഒരു അംഗീകാരം മേടിക്കുമ്പോൾ അവരെ സ്റ്റേജിൽ വെച്ചിട്ട് പറയും, ഞാൻ ഈ സ്റ്റേജിൽ നിന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മെഡല് കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ കാരണക്കാരനും ജയസിംഗ് സാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എല്ലാം ഞാൻ സമർപ്പിക്കാം. ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിൽ കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നാലും കിട്ടില്ല എന്നുള്ളത് ഞാൻ എഴുതി തരാം. കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ലക്കി ലീഡേഴ്സ് ഇത് കിട്ടാൻ വേണ്ടി വിതുമ്പും. എന്നെ പറ്റി ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ലീഡർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. കാരണം നമ്മൾ എല്ലാവർക്കും വേണ്ടത് അംഗീകാരങ്ങളാണ്. ആ അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ നോളജും സ്കില്ലും ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. നിങ്ങൾ അറിയാതെ ലക്കി ലീഡർ ആയാൽ കുഴപ്പമില്ല, പക്ഷെ അറിഞ്ഞിട്ട് ലക്കി ലീഡർ ആവരുത്. അതിനെന്ത് വേണം? നിങ്ങളുടെ നോളജും സ്കില്ലും നിങ്ങൾ കൂട്ടുക. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ട പരിപാടി, ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുക, ആർ യു എ
ആർ യു എ ലക്കി ലീഡർ? ഞാനൊരു ലക്കി ലീഡർ ആണ്. ആം ഐ എ ലക്കി ലീഡർ? അതിന്റെ ഉത്തരം എനിക്ക് ഉറപ്പാണ് അല്ല. കാരണം അങ്ങനെ ആണെങ്കിൽ പോലും, അങ്ങനെ അറിയാതെ വന്നതാണെങ്കിൽ പോലും, ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ടീമിന് വേണ്ടി സദാസമയം അവരുടെ ആവശ്യത്തിനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് വഴി കാട്ടി കൊടുക്കാനുമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നൊരു ദൃഢനിശ്ചയം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ അവസാനം നിങ്ങൾ എടുത്തുണ്ടായിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അടുത്തതാണ് ക്ലെയിം ആൻഡ് ബ്ലെയിം പോളിസി. ഒരിക്കലും ഒരു ലീഡർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ടീമിന്റെ സക്സസിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്രെഡിറ്റ് വരുന്നുണ്ടോ ടീമിന് കൊടുക്കുക, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരുന്നുണ്ടോ അവനവൻ എടുത്തേക്കുക. അതായിരിക്കണം ശരിയായ രീതി. ശരിയായ രീതി അതാണ്. ആ രീതി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. ISRO പല വട്ടമായിട്ട് പല വിക്ഷേപണങ്ങൾ നടത്തി പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട സമയത്തൊക്കെ APJ അബ്ദുൽ കലാം എന്ന വ്യക്തിയാണ് അതിന്റെ ഉത്തരവാദിത്തം എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദെയർ പ്രോബ്ലം, ഇറ്റ് ഈസ് മൈ പ്രോബ്ലം. ദെയർ വാസ് എ സ്ലൈറ്റ് മിസ്കാൽക്കുലേഷൻ ഇൻ മൈ റിസർച്ച്. അദ്ദേഹമാണ് കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത്, അദ്ദേഹമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എന്നാൽ അത് വിജയിച്ചപ്പോൾ എന്ത് ചെയ്തു? അതിന് നേതൃത്വം വഹിച്ച ആൾക്കാരെ മാത്രമേ ആ പാനലിലേക്ക് അദ്ദേഹം വിട്ടുള്ളൂ. അദ്ദേഹം സ്വന്തമായിട്ട് പോയില്ല. അതാണ് ഒരു ലീഡറിന്റെ ലക്ഷണം. വിജയങ്ങൾ എപ്പോഴും ടീമിന് കൊടുക്കുക, സമർപ്പിക്കുക. എന്നാൽ കുറ്റങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് അവനവൻ എടുക്കുക. അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇൻസ്റ്റഡ് ബി ദ ലീഡർ ടു ഗീവ് ദ ക്രെഡിറ്റ് ടു ടീം ഓൺ സക്സസ്, ബി എ ലീഡർ ടു ഫൈൻഡ് സൊല്യൂഷൻ ഇൻസ്റ്റഡ് ഓഫ് ബ്ലെയിമിംഗ്. ഒരു പ്രശ്നം വന്നാൽ, ഒരു വെല്ലുവിളി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, അതിനെ എങ്ങനെ പരിഹരിക്കാം, അതാണ് ആദ്യം നോക്കേണ്ട കാര്യം. ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ പരിഹരിക്കാം, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് മോട്ടീവ്. ഞാൻ തന്നെ ഏൽപ്പിച്ചതല്ല, ഇനി താൻ തന്നെ നോക്കിക്കോ. അതല്ല ശരിയായ മെന്റാലിറ്റി. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, അതാണ് എനിക്ക് അറിയേണ്ടത്. നമുക്കിനി എന്ത് ചെയ്യാം അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി. ഓക്കെ, സോ ക്ലെയിം ആൻഡ് ബ്ലെയിം പോളിസി പാടില്ല. ഇനി അടുത്തതാണ് സെറ്റിൽ ദ ഗ്രൗണ്ട് ലെവൽ പ്രോബ്ലം അറ്റ് ഗ്രൗണ്ട് ലെവൽ. ബിസിനസ് വളരുന്നതിന്റെ ഒപ്പം തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിരിക്കും. കാരണം എവിടെ വളർച്ചയുണ്ടോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു പ്രശ്നവും നിങ്ങളുടെ ടീമിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ടീം വളരുന്നില്ല എന്നുള്ളതാണ്. വളർച്ചയുണ്ടോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം എന്നും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഈ സിസ്റ്റമായിട്ട് പ്ലഗ് ഇൻ ആവാൻ കുറച്ച് സമയം എടുക്കും. അവിടെ ഇഷ്യൂസ് വരും. ഇറ്റ് ഈസ് വെരി കോമൺ. അത് സർവ്വസാധാരണ. ഏത് മേഖലയും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അത് വളർച്ചയുടെ പാതയിലാണെങ്കിൽ അവിടെ ഇഷ്യൂസും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. ഇപ്പൊ ഇൻഡിഗോ എയർലൈൻസ് നിങ്ങൾ കണ്ടില്ലേ? 70% ഇന്ത്യയുടെ മോണോപ്പൊളി ഫ്ലൈറ്റിലുള്ള ഒരു സ്ഥാപനമാണ്. അവർക്കൊന്നൊരു പ്രതിസന്ധി വന്നില്ലേ? എന്തുകൊണ്ടാ? അവര് വളർച്ചയുടെ പാതയിലായിരുന്നു, അതിനൊരു പ്രതിസന്ധി അവർ നേരിടുന്നു. എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടാവും, ബിക്കോസ് അവിടെ വളർച്ചയുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു വളർച്ചയില്ല എന്നാണ്. ഇപ്പോ ഗ്രൗണ്ട് ലെവലിൽ വരുന്ന പ്രശ്നങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ തന്നെ തീർക്കുക. എല്ലാ പ്രശ്നങ്ങളും അപ്ലൈൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങളത് സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ചെക്ക് ഇഫ് ഇറ്റ് ക്യാൻ ബി റിസോൾവ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ അത് തീർക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഒരു പ്രശ്നം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ അത് മേലോട്ട് അങ്ങോട്ട് വിടും. അത് ഇനി മുകളിലുള്ള ആൾ നോക്കിക്കോളും. അപ്പൊ നമ്മൾ വളരില്ല. കാരണം അതിനെ പരിഹരിക്കാൻ നമ്മൾ അറിഞ്ഞില്ല. നാളെ വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം വരും. ആ സമയത്ത് നമ്മുടെ മുകളിലുള്ള ലീഡർ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനെങ്ങനെ പരിഹരിക്കും? അത് പരിഹരിക്കാൻ അറിയണമെങ്കിൽ നമ്മൾ അതിനെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ആദ്യം പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് അത് പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ശ്രമം നോക്കുക. എന്ത് ചെയ്യുക? അപ്ലൈൻ അത് ഫോർവേഡ് ചെയ്യല്ലേ ചെയ്യണ്ടേ? അപ്ലൈനോട് ചോദിക്കുക, സാർ ഇതിന് എങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പൊ ആളത് പറഞ്ഞുതരും. എന്നിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുക. എന്നിട്ടും വർക്കായില്ലെങ്കിൽ മാത്രമാണ് ചെയിൻ ഓഫ് കമാൻഡ് പ്രകാരം നിങ്ങളുടെ ലീഡറിനെ നിങ്ങൾ ആ പ്രശ്നം അറിയിക്കാൻ പാടുള്ളൂ. ഇഫ് യു ഡോണ്ട് സോൾവ് യുവർ ഓൺ പ്രോബ്ലംസ് ദെൻ യു ബിക്കം എ പ്രോബ്ലം ടു സമ്മൺ എൽസ്. നിങ്ങളുടെ ടീമിൽ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്കൊരു പ്രശ്നമായിട്ട് മാറും. നിങ്ങൾ മറ്റൊരാൾക്കൊരു പ്രശ്നമോ ഒരു ബാധ്യതയായിട്ട് മാറും. ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. സോ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രശ്നങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ തന്നെ പരിഹരിക്കുക. അടുത്തതാണ് വി നീഡ് എവരി വൺ. നമ്മുടെ ടീമിൽ വരുന്ന എല്ലാവരെയും നമുക്ക് എന്തുണ്ട്? ആവശ്യമുണ്ട്. പീപ്പിൾ ആർ നോട്ട് റോങ്. ആൾക്കാർ തെറ്റോ പ്രശ്നക്കാരോ കുറ്റക്കാരോ ഒന്നും അല്ല. ആൾക്കാർ വ്യത്യസ്തരാണ്, അത്രേ ഉള്ളൂ. ഞാൻ വളർന്ന സാഹചര്യത്തിലല്ല ഡൽഹി മാഡം വളർന്നത്. ഡൽഹി മാഡം വളർന്ന സാഹചര്യത്തിലല്ല പ്രഭ മാഡം വളർന്നത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഞങ്ങൾ 3 പേരും ചിന്താഗതി ഒരേപോലെ ആയിരിക്കണം? പറ്റില്ല. ഓരോരുത്തരും വളർന്ന സാഹചര്യം അനുസരിച്ച് അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം അനുസരിച്ചിട്ടേ അവർ ചിന്താഗതി ഉയരുള്ളൂ. അതിനെ ഉയർത്താനുള്ള ശ്രമം നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാവരും വ്യത്യസ്തരാണുള്ള സത്യം മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഇവിടെ ഒരു ജിറാഫ് ഒരു സിംഹത്തിന്റെ ഫോട്ടോ വരയ്ക്കുന്നുണ്ട്. ജിറാഫ് ആ ഒരു പിക്ചറിൽ വരച്ച ഫോട്ടോ കറക്റ്റാ. കാരണം എന്താ? ജിറാഫിന് എന്താണോ കാണുന്നത് അതാണ് ജിറാഫ് വരച്ചത്. ജിറാഫിന് സിംഹത്തിന്റെ മേൽഭാഗം മാത്രമേ കാണുള്ളൂ. അപ്പൊ ജിറാഫ് തെറ്റാണോ? അല്ല, ജിറാഫ് ശരി തന്നെയാ, ശരിയല്ലേ? പക്ഷെ സിംഹത്തിന്റെ മുഖം എവിടെ ഇരിക്കുന്നേ? മുൻവശത്താ. അപ്പൊ അതല്ലേ വരയ്ക്കണ്ടേ ചോദിച്ചാ അതും ശരിയാണ്, ശരിയല്ലേ?
ചില സിനിമയില് ചില കോമഡി കഥാപാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അവര് ചോദിക്കും തോമസ് കുട്ടി പറഞ്ഞതാ ശരി, അത് ശരിയാ, പക്ഷെ രാഘവൻ പറഞ്ഞതാണ് ശരി. അപ്പൊ ആര് പറഞ്ഞതാ ശരി? എല്ലാവരും പറഞ്ഞത് ശരിയാ. എല്ലാവർക്കും ഒരേതായ ശരിയുണ്ട്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി തീരുന്ന പ്രശ്നമുള്ളൂ. ഇത് ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലി ലൈഫിൽ അങ്ങനെ തന്നെയാണ്. അച്ഛൻ പറഞ്ഞതിൽ ഒരു ശരി ഉണ്ടാവും, അമ്മ പറഞ്ഞതിൽ ഒരു ശരി ഉണ്ടാവും. ആ ശരി ഒന്ന് കണക്ട് ചെയ്താൽ മതി. ആൾക്കാർ വ്യത്യസ്തരാന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ പകുതി പ്രശ്നം തീരുന്നേ. കാരണം ഇവിടെ കോഡിഫിക്കേഷൻ ഒന്നും ഇല്ല. പലരും പല ബാക്ക്ഗ്രൗണ്ടും പല എന്താ പറയാ അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാ വരുന്നത്, പല സ്കില്ലും വെച്ചിട്ടാ വരുന്നത്. എല്ലാവരും ഒരു ചട്ടിയിലിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എല്ലാവരും വ്യത്യസ്തരാന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോ അസ്മാബി മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്, മാഡത്തിനോട് ഞാൻ ചിലപ്പോൾ ഒരു 5 വട്ടം പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ ജാൻസി മാഡത്തിനോട് എനിക്ക് ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി. കാരണം എന്താ? അത് ഓരോരുത്തരുടെ ഗ്രാസ്പിംഗ് പവർ വ്യത്യാസമായിരിക്കും. പക്ഷെ ഞാൻ അസ്മാബി മാഡത്തിനോട് ചൂടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളത് ക്ഷമയോട് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ എല്ലാവരും വ്യത്യസ്തരാണ്, ആരും തെറ്റല്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയ ടീമിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഡോണ്ട് ബി എ ലൗഡ് സ്പീക്കർ. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ആരുമായിട്ടാണോ അല്ലെങ്കിൽ എന്തുമായിട്ടാണോ അതുമായിട്ട് പരിഹരിക്കുക. ഒരിക്കലും അത് അയൽവക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം മൂന്നാമത് ഒരാളെ ഇൻവോൾവ് ചെയ്യും, അതൊന്നും കൂടി വഷളാവും. അത് ചെയ്യരുത്. നമ്മുടെ വീട്ടിലെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കും. ഒരിക്കലും അത് അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങളുടെ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടോ, നിങ്ങളുടെ ടീമുമായിട്ട് പരിഹരിക്കുക. പുറമെ ഒരാളെ ചോദിക്കും, സാറേ ടീം വർക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അത് അയാളെ അറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടീം സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ടീമിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവിടെ ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ നിങ്ങളുടെ അപ്ലൈനെ വിളിക്കാം. പക്ഷെ ഒരിക്കലും ഒരു ലൗഡ് സ്പീക്കർ ആവാൻ പാടില്ല. എന്റെ ടീമിലെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും പറയാൻ. ചില ആൾക്കാർ ഒന്നും ചോദിച്ചില്ലെങ്കിലും പറയും, ഒന്നും പറയണ്ട, ഞാൻ വന്നുപെട്ട ഒരു സ്ഥലം, അങ്ങനെ പറഞ്ഞ് 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 അവര് ഇങ്ങനെ എന്താ പറയാ, പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ഇങ്ങനെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? ഒരു കാര്യമില്ല. സോ ഒരിക്കലും പ്രശ്നങ്ങളെ ലൗഡായിട്ട് പറയുന്ന, എല്ലാവരുടെ അടുത്ത് പോയി പറയുന്ന ഒരാളായിട്ട് മാറരുത്. കാരണം എവിടെയാണോ അതിന് പ്രശ്നപരിഹാരം കിട്ടുന്നത് അവിടെ പോയി പറഞ്ഞാൽ മതി. നമ്മൾ ഈ നാട്ടിൽ പോയി പോയി പറയേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ഓർക്കുക. അടുത്തൊരു പോയിന്റ് ആണ്, പീപ്പിൾ ഡു എവറിത്തിങ് അപ്സൈഡ് ഡൗൺ. കമ്പനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 6 ബേസിക്സ് തന്നിട്ടുണ്ട്, 7 കാർഡിനാൽസ് തന്നിട്ടുണ്ട്, 8 കോർ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പല ആൾക്കാരും എന്താ, അത് തലതിരിച്ച് ചെയ്യാൻ പാടില്ലാത്ത സാധനത്തിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ബേസിക് ആക്കും. ചെയ്യാൻ പാടില്ലാത്ത സാധനത്തിന് എന്താക്കും? കോർ സ്റ്റെപ്പ് ആയിട്ട് മാറ്റും. 7 കാർഡിനാൽസ് ഉള്ളത് 7 കോർ സ്റ്റെപ്സ് ആക്കി, അത് മാത്രമേ ചെയ്യൂ. ഇവിടൊക്കെയാണ് പ്രശ്നം വരുന്നത്. സിസ്റ്റം പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും തല തിരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ 6 ബേസിക്സ്, 7 കാർഡിനാൽസ്, 8 കോർ സ്റ്റെപ്സ്, അത് അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ അടക്കം എന്തുണ്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾ സ്കിൽസ് ആർ ലേണബിൾ. ഇപ്പൊ ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ രീതിയിൽ സ്റ്റേജ് കൈകാര്യം ചെയ്യാനുള്ള കഴിവോ അറിവോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എനിക്ക് ആ കഴിവ് ആർജിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ ലോകത്തിലെ ഏത് കഴിവും നിങ്ങൾക്ക് സമയവും താല്പര്യവും ഉണ്ടെങ്കിൽ ആർജിച്ചെടുക്കാൻ പറ്റും. ആ വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കഴിവില്ല, എനിക്ക് അത്ര പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറും പോഴത്തര. നിങ്ങളെക്കാളും നന്നായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വേറൊരാളില്ല. പക്ഷെ നമ്മളോട് തന്നെ പറഞ്ഞൊക്കെയാണോ, എനിക്ക് അത്ര കഴിവൊന്നുമില്ല, എനിക്ക് അത്ര വിദ്യാഭ്യാസം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ പറ്റും, വലിയ വലിയ മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ സ്കിൽസ് ആർ ലേണബിൾ. ആ സ്കില്ല് നിങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം കൂട്ടാൻ അത് വലിയൊരു കാരണമായിട്ട് മാറും. ഇത് നമ്മൾ എപ്പോഴും ഓർക്കുക. ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വരുമാനം കൂടാനും എൻ്റെ ഫേസ് വാല്യൂ കൂടാനും എനിക്ക് കുറച്ചും കൂടി അംഗീകാരങ്ങൾ നേടിയെടുക്കാനും സാധിച്ചത് എന്തുകൊണ്ടാണ്? സ്റ്റേജ് കൈകാര്യം ചെയ്യാന്നുള്ള സ്കില്ല് ഞാൻ പഠിച്ചു. ആ സ്കില്ല് പഠിച്ചുകൊണ്ടാണ് ഇന്ന് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ സാധിച്ചത്, അല്ലെങ്കിൽ എൻ്റെതായ ഒരു വ്യക്തിത്വം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു സ്കില്ല് മതി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മൊത്തം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. ആ സ്കില്ല് പഠിക്കാൻ, ആ സ്കില്ലിന് സമയം നമ്മൾ കണ്ടെത്തണം. അതിന് കുറച്ച് പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. സുരാഗ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സാറിന്റെ കാലിൽ ഒരു ആക്സിഡന്റ് പറ്റുന്നേക്കാൾ മുന്നേ വരെ സാറ് സാധാരണ രീതിയിൽ ബിസിനസ് മാത്രം നോക്കി നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ 3 മാസം അദ്ദേഹം ആ ടൈമിനെ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്തപ്പോൾ ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു നല്ലൊരു ട്രെയിനറായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു. അപ്പൊ ആ ട്രെയിനിങ് എന്നുള്ള സ്കില്ല് ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ആർജിച്ചെടുത്തു. അപ്പോ ശരിയായ സമയവും ശരിയായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ഏത് സ്കില്ല് വേണമെങ്കിലും നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്തില്
വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് സ്കില്ല് പഠിക്കാനും 10,000 മണിക്കൂർ മതി. ഏത് സ്കില്ല് പഠിക്കാനും 10,000 മണിക്കൂർ നിക്ഷേപിച്ചാൽ മാത്രം മതി. അപ്പൊ പിന്നെ പഠിക്കാൻ പറ്റാത്ത എന്തല്ലേ? എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നീന്തൽ അറിഞ്ഞിട്ട് വന്ന ആൾക്കാരൊന്നുമല്ല, ശരിയല്ലേ? പക്ഷെ നമ്മളെ കുളത്തിലിട്ടു, വെപ്രാളത്തിൽ നമ്മൾ കയറി, വീണ്ടും കുളത്തിലിട്ടു, വീണ്ടും കയറി, അത് പഠിച്ചു, ശരിയല്ലേ? ഡ്രൈവിംഗ് ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയ പല ആൾക്കാരും ഇവിടെ ഈ ഒരു സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തില്ലേ, നമ്മൾ വണ്ടി ഓടിച്ചില്ലേ? ഇനി ഓടിക്കാത്ത ആൾക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്കത് പറ്റും. കാരണം ഇത്ര ആൾക്കാർക്ക് പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്കും അത് പറ്റും. അപ്പോ എല്ലാ സ്കില്ലും എന്താണ്, നമുക്ക് ലേണബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി എഫേർട്ട് എടുക്കുക. അടുത്തതാണ് മൈൻഡ് സ്റ്റോം. നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് മാത്രമേ ഇത് പറഞ്ഞുതരൂ. നിങ്ങളുടെ തലച്ചോറിന് ഒരു 50,000 രൂപ ചോദിച്ചാൽ ആ 50,000 രൂപ ഉണ്ടാക്കാനുള്ള വഴി തലച്ചോറ് പറഞ്ഞുതരും. പക്ഷെ ഒരിക്കലും അത് 2 ലക്ഷം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞില്ല. അപ്പൊ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത്തിരി കൂടുതൽ ചോദിക്കണം. 2 ലക്ഷത്തിന് എത്ര കാര്യം എന്തൊക്കെ ചെയ്യണം, 2 ലക്ഷം കിട്ടാൻ, പ്രതിമാസം കിട്ടാൻ എന്ത് ചെയ്യണം, അത് തലച്ചോറ് പറഞ്ഞുതരും. പക്ഷെ നമ്മൾ ഇത് ചോദിക്കണം. കാരണം ഈ യന്ത്രം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നില്ല. നമ്മൾ ഫോൺ നോക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ഒരു റൂട്ടീൻ അനുസരിച്ച് പോകുന്നില്ല. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു സമയം കൊടുക്കുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? 20 ജീവിത ലക്ഷ്യങ്ങൾ 20 ജീവിത ലക്ഷ്യങ്ങൾ അടുത്ത 10 കൊല്ലത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന 20 ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഒരു പുസ്തകത്തിൽ എഴുതുക, ഒരു കടലാസിൽ എഴുതുക. എന്നിട്ട് അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് എഴുതുക. അത് എഴുതിയതിനു ശേഷം നിങ്ങളുടെ തലച്ചോറിനോട് ചോദിക്കുക, ഈ ലക്ഷ്യം കൈവരിക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 20 വഴികൾ എനിക്ക് പറഞ്ഞുതരും. തലച്ചോറ് പറഞ്ഞുതരും, ഉറപ്പായിട്ടും പറഞ്ഞുതരും. എനിക്കൊരു ഫോൺ വേണമെന്ന് ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞ തലച്ചോറ് പറയും, ഒന്നില്ലെങ്കിൽ ഫുൾ ക്യാഷിൽ എടുക്കാം, ക്യാഷ് ഇല്ലെങ്കിൽ EMI എടുക്കാം, EMI പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഇതൊക്കെ തലച്ചോറ് പറഞ്ഞുതരും. പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് ഇവിടെ നിന്ന് നാളെ ആലുവയിലേക്ക് പോകണം. എങ്ങനെ പോകണം? ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, അല്ലെങ്കിൽ സ്വന്തം വണ്ടി എടുത്തിട്ട് പോവാം. ഏതായിരിക്കും ലാഭകരമായിട്ടുള്ള വഴി? ലാഭകരമായിട്ട് ട്രെയിനിൽ പോവാണ് 20 രൂപ ടിക്കറ്റ് വരുള്ളൂ. പക്ഷെ ട്രെയിൻ ഏത് ടൈമിലുണ്ട്? അത് ട്രെയിൻ ആപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ തലച്ചോറ് പറഞ്ഞത്, ഞാൻ തന്നെ പറയണതാണ്, അല്ല തലച്ചോറ് പറഞ്ഞത്. പക്ഷെ ചോദിക്കണം ഭായി, നമ്മൾ ചോദിക്കണം. ഡയമണ്ട് ആവാൻ എന്താ വഴിയെന്ന് നമ്മൾ എത്ര പേര് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിത് ചോദിക്കുന്നില്ല ഈ തലച്ചോറിനോട്. കാരണം നമുക്ക് ഉറപ്പാണ് നമ്മൾ ഡയമണ്ട് ആവില്ല എന്ന്. നമുക്ക് ഉറപ്പാണ് നമ്മൾ ഡയമണ്ട് ആവില്ലെന്ന് അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കേ, ഡയമണ്ട് ആവണം, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അതിന് എന്തൊക്കെയാണ് വഴി? അപ്പം ബ്രെയിൻ തന്നെ പറഞ്ഞുതരും, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് ഇത് എനിക്ക് അത്ര പറ്റില്ല, ഇത് ഞാൻ എന്റെ ശീലത അനുവദിക്കില്ല. ഇവിടേക്കാണ് പ്രശ്നം വരുന്നത്. അപ്പോ തലച്ചോറ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിന് കുറച്ച് പണി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ തലച്ചോറ് പറഞ്ഞുതരും. അപ്പൊ ഇന്ന് ചെയ്യേണ്ട കാര്യം 20 ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 10 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു ലക്ഷ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ തലച്ചോറിനോട് ചോദിക്കുക, ഇത് നേടാനുള്ള 20 വഴി എന്താ ചോദിക്കും. തലച്ചോറ് പറഞ്ഞുതരും ഭായി, ഉറപ്പായിട്ടും പറഞ്ഞുതരും. ഓക്കെ, സോ അതിനാണ് മൈൻഡ് സ്റ്റോം എന്ന് പറയാം. പിന്നെന്താ? ബി തേഴ്സ്റ്റി. അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറയരുത്, അതിലൊരു നാണക്കേടുമില്ല. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. അപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ബി തേഴ്സ്റ്റി. അറിവ് നേടാനും നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാനും എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ജിജ്ഞാസ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. കൃഷ്ണനാവാൻ എല്ലാവർക്കും പറ്റും, അർജുനനാവാൻ എല്ലാവർക്കും പറ്റില്ല. കാരണം എന്താ? കൃഷ്ണൻ ആ സമയത്ത് അർജുനനെ ബാറ്റിൽ ഫീൽഡിൽ വെച്ചിട്ട്, ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഗൈഡ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഗൈഡ് ചെയ്തു? അർജുനൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ഒരാൾ അസ്ത്രം വിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ബാക്കിൽ നിന്ന് വരുന്ന അസ്ത്രത്തെ എങ്ങനെ തടുക്കണം? ഇങ്ങനെ നിരന്തരമായിട്ട് അർജുനൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇന്ന് അർജുനൻ ലോകം അറിയപ്പെടുന്ന എന്തായിട്ട് മാറുന്നത്? ഒരു വലിയൊരു യോദ്ധാവായിട്ട് അറിയപ്പെടുന്നത്. ഈ കോൺസ്റ്റന്റ്ലി ഫ്രീക്വന്റ്ലി ആസ്ക് ഫോർ കൃഷ്ണാസ് ഗൈഡൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. അപ്പൊ എപ്പോഴും ദാഹമുള്ള ഒരാളായിട്ട് മാറണം. തന്നെ മികച്ചതാക്കാൻ വേണ്ടി തന്റെ ലീഡറിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ ചോദിച്ചു മേടിക്കണം. ഞാൻ എവിടെയൊക്കെ എന്റെ ലീഡേഴ്സിന്റെ ക്ലാസ് ഉണ്ടോ ഞാൻ അവിടെ പോയി അറ്റൻഡ് ചെയ്യും. കാരണം എന്താ? അവിടുന്ന് എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. ചിലപ്പോൾ അവർ പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് എനിക്ക് മൊത്തം ക്ലാസ് എടുക്കാൻ പറ്റും. ആ ആ ജിജ്ഞാസ എൻ്റെ ഉള്ളിൽ വേണം. പക്ഷേ സർവം തികഞ്ഞ ആളാണ് ഞാനെന്ന് തോന്നൽ എന്ന് എൻ്റെ ഉള്ളിൽ വരുന്നു, അഹം എന്ന ഭാവം എന്ന് എൻ്റെ ഉള്ളിൽ വരുന്നു, അന്ന് ഞാൻ ഇല്ലാതെയാവും. എനിക്ക് വളരാൻ പറ്റില്ല, എനിക്ക് ആരെയും അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് ആരുടെയും മൂല്യം കാണാൻ പറ്റില്ല. ഞാൻ അന്ന് ജീവിതത്തിൽ ഒരു പരാജയമായിട്ട് മാറും. അഹം എന്നൊരു ഭാവം മാറ്റി നിർത്തിക്കൊണ്ട് എന്നും പഠിക്കാനും എന്നും അറിവ് നേടാനും എന്നും പുതിയ കഴിവുകൾ ആർജിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ ഇന്ന് ചാരമറാളായിട്ട് നിർത്തിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാം. കാര്യങ്ങൾ അറിയില്ലേ? മൂർത്തി സാറിനെ വിളിച്ച് ചോദിക്കാൻ എനിക്കൊരു സങ്കോചവുമില്ല. രാജൻ സാറിനെ വിളിച്ച് ചോദിക്കാൻ എനിക്കൊരു മടിയുമില്ല. ഗിരീഷ് സാറിനോട് ചോദിക്കാൻ എനിക്കൊരു മടിയുമില്ല. ബിക്കോസ് ദേ ആർ മൈ മെന്റേഴ്സ്. ബിനു സാറിനോട് ചോദിക്കാൻ എനിക്കൊരു മടിയുമില്ല. എത്ര വലിയ പൊട്ടത്തരമാണെങ്കിലും ഞാൻ ചോദിക്കും.
പക്ഷേ അവരതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവർ ലീഡറായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. കാരണം അതൊരു പൊട്ടത്തരമല്ല, എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങും. എന്നിട്ട് പറയും, ഈ സംശയം എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, ഇന്ന് അത് അർജുനുമുണ്ട്, നോ വറീസ്, ഞാൻ അത് പരിഹരിച്ചു തരാം. പഠിക്കാൻ ജിജ്ഞാസയുള്ള ഒരു കുട്ടിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ ഇനിയും ഒരുപാട് ഉണ്ട്. പക്ഷേ അഹം എന്ന ഭാവം ഉള്ളിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് വിലസാനാണ് തീരുമാനമെങ്കിൽ എവിടെയും എത്തില്ല, വണ്ടി അവിടെ തന്നെ നിൽക്കും. സോ ബി തേഴ്സ്റ്റി, ദാഹമുള്ള ഒരാളായിട്ട് മാറുക. ആൻഡ് ഈ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പവർ ഓഫ് ലിസണിങ്. പവർ ഓഫ് ലിസണിങ്. പവർ ഓഫ് ലിസണിങ് എന്ന് പറഞ്ഞാൽ കേൾക്കുക, 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 കേട്ടുകൊണ്ടേയിരിക്കുക. ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് പറയരുത്. കേൾക്കാനുള്ള ക്ഷമത നമ്മുടെ ഉള്ളിൽ കൂട്ടിക്കൊണ്ടുവരണം. കാരണം എല്ലാത്തിനും പ്രശ്നപരിഹാരം അതിലുണ്ട്. ഒരു കൗൺസിലറിന്റെ അടുത്ത് ചെന്നാൽ, ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ, ഡോക്ടർ ഇങ്ങോട്ട് പറയല്ല ചെയ്യുക, ഡോക്ടർ അവിടെ ഇരുന്നിട്ട് പറയും എന്താണ് പ്രശ്നം. അപ്പൊ അയാൾ തന്നെ പറയും പ്രശ്നങ്ങൾ. ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൗൺസിൽ ചെയ്യുന്ന ആള് ഒരിക്കലും ചോദിക്കില്ല എന്താ പ്രശ്നം എന്ന്. അയാൾ അവിടെ ഇരിക്കും, പറയും, അവര് പറയും. അങ്ങനെ പറഞ്ഞ് അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇയാൾ ആകെ ചോദിക്കുന്ന ചോദ്യം, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവര് പറയും, സാറേ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്ത് നോക്കി, ആ രീതിയിൽ ചെയ്ത് നോക്കി, ഓക്കെ, എന്നിട്ട് എന്ത് കിട്ടി? ഇങ്ങനെയൊക്കെ കിട്ടി. അതിൽ ഏതാണ് നല്ലത് ചെയ്തപ്പോ തോന്നിയത്? അങ്ങനെ അവരുടെ ഉത്തരം അവർ തന്നെയാ പറയുന്നത്. നമ്മൾ ഇതിൽ നല്ലൊരു കേൾവിക്കാരനായാൽ മതി. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഈ ഫോട്ടോയിൽ കാണുന്ന ദൃശ്യം പോലെയാ. പല ആൾക്കാരും ചിലപ്പോൾ ഈ സീൻ കണ്ടിട്ടുണ്ടായിരിക്കും. വേറൊന്നുമല്ല, ഇതില് ഇന്നസെന്റും ഹനീഫയുടെയും തല കൂട്ടിയിടിക്കും. കൂട്ടിയിടിച്ചതിന് ശേഷം രണ്ടുപേർക്കും ചെവി കേൾക്കില്ല. അപ്പോ ഇന്നസെന്റ് പറയും കൊടമാറ്റം നന്നായത് തിരുവമ്പാടിയുടെ എന്ന് പറയുമ്പോ ഹനീഫ പറയും പാലട ആയിരുന്നു നല്ലത് എന്നുള്ളത്. കാരണം എന്താ? ഇയാള് പറയണതല്ല ഇയാള് കേൾക്കുന്നത്, ഇയാള് പറയണതല്ല ഇയാള് കേൾക്കുന്നത്. അപ്പൊ ഇയാള് പറയും തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തന്നെയാണ് ഏറ്റവും മികച്ച ആനന്ദ പറയുമ്പോ അയാള് പറയും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് എതിർപ്പുണ്ട്, ആന്റണി പറഞ്ഞ കാര്യമാണ് ശരിയായ കാര്യം. ഇങ്ങനെയാണ് ടീമിലെ കമ്മ്യൂണിക്കേഷൻ. പല ആൾക്കാരായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇതാ. കാരണം എന്താ? അവര് പറയണത് നമ്മൾ കേൾക്കുന്നില്ല. ഞാൻ ലീഡർ അല്ല, ഞാൻ എന്തിനാ കേൾക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു മെന്റാലിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ടീം വളരുക? അപ്പൊ കേൾക്കാനുള്ള മനോഭാവം. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, കഴിഞ്ഞ 5.5 കൊല്ലത്തിനിടയിൽ എന്നോട് പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്. അവര് വിളിക്കുന്നത് അവർക്കൊരു സൊല്യൂഷന് വേണ്ടിയിട്ടൊന്നല്ല. അവര് വിളിക്കുന്നത് അവർ പറയുന്നത് ആരെങ്കിലും കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടാകും. അങ്ങനെ ഒരാൾക്ക് ഒരു കേൾവിക്കാരനാവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാശിന്റെ ചെലവുണ്ട്, അയാൾക്ക് അതിൽ ഇത്തിരി സമാധാനം കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് കേട്ടാൽ മതി നീ. കാരണം അവർക്ക് അത് പറയാൻ ആരുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ വിളിച്ചേ. അപ്പൊ ഷൈബു മാഡം നമ്മളത് കേട്ടാ മതി, സുജാത മാഡം നമ്മളത് കേട്ടാ മതി. കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭാര്യയ്ക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കുക. ഭർത്താവിന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കുക. മക്കൾക്ക് നിങ്ങളോട് ഒരു ലോഡ് കാര്യം പറയാനുണ്ട്. പക്ഷേ അവരെ വളർത്താനും അവരെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാനുമുള്ള ജീവിത തിരക്കിനിടയിൽ നമ്മൾ അവർക്ക് വേണ്ടി സമയം ചെലവാക്കാതെ ആവുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കുന്നത് നിർത്തും. പക്ഷേ എത്ര സമയം ഇല്ലെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ഒരു ചെവി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു പേഴ്സണൽ ലൈഫിലൊക്കെ എന്തോരം മാറ്റം ഉണ്ടാവും എന്നറിയോ? ഭാര്യ പലപ്പോഴും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും, നമ്മൾ ഈ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലും ഇങ്ങനെ ഇരിക്കാം എന്ന് പറയും. എന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞ ഭാര്യ പറയും ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് പറയും. കാരണം എന്താ? നമ്മളത് കേട്ടില്ല. നമ്മൾ കേട്ടില്ല. ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ ആ ലാപ്ടോപ്പും ഫോണും മാറ്റി വെച്ച് പറയും. ഇത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഈ കാര്യം തലയിൽ കയറും. നമ്മൾ ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യുന്നേ, നമ്മൾ ഈ മകനോ മകൾക്കോ വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യുന്നേ. ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് സമയമോ സന്ദർഭമോ ഇല്ലെങ്കിൽ പിന്നെ ആര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് നിങ്ങൾക്ക് സന്ദർഭം? ഇത് വീട്ടിലെ കാര്യം. ഇനി ഈ ടീമിലെ ആൾക്കാരെ വളർത്തിയാലല്ലേ നിങ്ങൾ വിജയിക്കുള്ളൂ. ഈ ടീമിലെ ആൾക്കാർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ ആര് പറയുന്നത് കേൾക്കാനാ സമയം? ക്രോസ് ലൈൻ പറയുന്നതോ, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പറയുന്നതോ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ലീഡർ പറയുന്നതോ? അല്ലാന്നേ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. ഞാൻ പറയുന്ന ബിസിനസ്സിൽ വലിയ മാറ്റം ഉണ്ടാവും. ബി സീരിയസ് മാൻ, ബി സീരിയസ് ഇൻ ദിസ് ബിസിനസ്. സോ ദാറ്റ് ഈസ് പവർ ഓഫ് ലിസ്ണിംഗ്. ആൻഡ് ഈ 20 മന്ത്രങ്ങളും നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് എന്താന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. ഇതിന്റെ വോയിസ് വരുമെന്ന് എനിക്ക് അറിയില്ല സുരാഗ് സാറേ. ഇത് വോയിസ് വരുന്നുണ്ടോ എന്നുള്ളത് എന്നോട് പറയണം, അല്ലെങ്കിൽ ഞാൻ അത് കണക്ട് ചെയ്ത് ഒന്നും കൂടിയും പ്ലേ ചെയ്യാം. ഓക്കെ, എന്നും ഒരേ ബോധാവസ്ഥ അങ്ങനെ അങ്ങോട്ട് പോവല്ലേ? കേട്ടോ സുരാഗ് സാറേ? കേട്ടു കേട്ടു കേട്ടു.
കേട്ടു. ഞാൻ ഒന്നും കൂടി അത് പ്ലേ ചെയ്യാം. ഈ പറഞ്ഞ 20 മന്ത്രങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ടീമിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടാവും, പുറത്തൊന്നും പോയില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നത് ഒന്നും കൂടി കേട്ടോളൂ. ഞാൻ ഒരു വട്ടം കൂടി ഇത് പ്ലേ ചെയ്യും. അങ്ങനെ അങ്ങോട്ട് പോവല്ലേ? എന്നും ഒരേ അബോധാവസ്ഥയിൽ അങ്ങനെ അങ്ങോട്ട് പോവല്ലേ? ഇതാണ് പലരുടെയും അവസ്ഥ. അങ്ങനെ ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ, അയ്യോ, കോമഡിയാണ്. അപ്പൊ ഇത് കോമഡി ആവണ്ടെങ്കിൽ ബി സീരിയസ്. നിങ്ങൾ എല്ലാവർക്കും 2026 കാത്തുവെക്കുന്നത് വലിയ അവസരങ്ങളാണ്, വലിയ വിജയങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ആ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 20 മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ വാതിൽ തുറന്നു വെക്കുക. RCM എന്ന പ്രസ്ഥാനം നിങ്ങൾ ഒരിക്കലും കൈവിടില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, താങ്ങും തണലുമായിട്ട്. ഒപ്പം ഞാനും ഉണ്ടാവും, റിഗാർഡ്ലെസ് ഓഫ് എനി ടീം. നിങ്ങൾ ഏത് ടീമായാലും അല്ലെങ്കിൽ ആരുടെ കൂടെയാണെങ്കിലും നത്തിങ് മാറ്റേഴ്സ്. വി ആർ ഇൻ RCM. നമ്മൾ RCM ആണ്. നിങ്ങൾ RCM ഉള്ളിടത്തോളം കാലം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന മൂർത്തി സാറിനും അഖില മാഡത്തിനും, അതിൽ അഖില മാഡത്തിന്റെ പങ്ക് എടുത്ത് പറയേണ്ടതാണ്. കാരണം എല്ലാ പ്ലാറ്റ്ഫോമുകളും കൃത്യമായിട്ട് ഓൺ ടൈം സ്റ്റാർട്ട് ആവുന്നുണ്ട്, അതിഥി റെഡി ആവുന്നുണ്ട് എന്നെല്ലാം ഉറപ്പുവരുത്തി. കഴിഞ്ഞ 5-5.5 കൊല്ലമായിട്ട്, ഞാൻ വന്നതിന് ശേഷം 5-5.5 കൊല്ലമായിട്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ കാര്യങ്ങളും A to Z ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന അഖില മാഡത്തിന് ഈ ഒരു അവസരത്തിൽ ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സുരാഗ് സാർ ഫോർ ഹോസ്റ്റിംഗ് മീ. താങ്ക് യു എവരി വൺ ഫോർ ലിസ്ണിംഗ് ടു മീ. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്.